മത്തായി സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. Gospel of St. Matthew chapter 6 9 to 13. ശബ്ദമുയർത്തി ഈ മുന്നിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന ശബ്ദത്തിൽ എല്ലാവരും ശബ്ദമുയർത്തി ഒരുമിച്ച് വായിച്ചേ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നല്ലൊരു ആമേൻ കേൾക്കട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒലുമലയുടെ താഴ്വരയിൽ ഒരു ദിവസം 12 ശിഷ്യന്മാർ യേശു കർത്താവിനോട് ഇപ്രകാരം പറയുകയുണ്ടായി: ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ചില പ്രാർത്ഥനകൾ വളരെ ലെങ്തിയാണ്, പക്ഷേ ഈ പ്രാർത്ഥന വളരെ ഷോർട്ടാണ്. ചെറിയൊരു പ്രാർത്ഥനയാണ്. പക്ഷേ ആ ചെറിയ പ്രാർത്ഥനയാണെങ്കിലും ഇതുപോലെ മാനവജാതികൾ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ള, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വേറൊരു പ്രാർത്ഥന ഉണ്ടോ എന്ന് സംശയമാണ്. 1981 വരെ നിങ്ങൾ ഇംഗ്ലണ്ട് ദേശത്ത് സിനിമ കാണാൻ പോകുന്നു എങ്കിൽ എല്ലാ സിനിമാ തിയേറ്ററുകളിലും ഈ പ്രാർത്ഥനയോടെയാണ് സിനിമ ആരംഭിച്ചിരുന്നത്. 1981 വരെ UK യുണൈറ്റഡ് കിങ്ഡത്തിലെ സകല സിനിമാ തിയേറ്ററുകളിലും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിച്ചാണ് സിനിമ ആരംഭിച്ചിരുന്നത്. എന്ന് വിചാരിച്ച് ഇന്ന് മുതൽ ഈ പ്രാർത്ഥന പറഞ്ഞിട്ട് വീട്ടിൽ ഇഷ്ടം പോലെ സിനിമ കാണാം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. 1962 വരെ അമേരിക്കൻ ഐക്യനാട്ടിൽ സ്തോത്രം എല്ലാ ക്ലാസ് റൂമുകളിൽ കുഞ്ഞുങ്ങൾ ഗ്യാദർ ചെയ്യുന്ന സമയത്ത്, ചെറിയ ക്ലാസ് ആകട്ടെ വലിയ ക്ലാസ് ആകട്ടെ, സ്കൂളുകളിൽ കോളേജിൽ കുട്ടികൾ ഒരുമിച്ച് ഗ്യാദർ ചെയ്യുമ്പോൾ സ്തോത്രം ഈ പ്രാർത്ഥന, അവർ ഫാദർ ഇൻ ഹെവൻ, ഹല്ലോഡ് ബി ദൈ നെയിം, സ്തോത്രം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു എല്ലാ സ്കൂളിലും കോളേജിലും സ്തോത്രം പ്രാർത്ഥന ആരംഭിച്ചിരുന്നത്. സോ അത്രത്തോളം സ്വാധീനമുള്ളതായ ഒരു പ്രാർത്ഥനയാണ് ഇത്. ഈവൻ ദോ ഇറ്റ്സ് എ ഷോർട്ട് പ്രെയർ, അതൊരു ചെറിയ പ്രാർത്ഥനയാണെങ്കിലും ഞാൻ ഈ വർണ്ണം പറയട്ടെ. സ്തോത്രം നിങ്ങളുടെ അതേ പ്രാർത്ഥനയുടെ നീളം നോക്കിയല്ല ദൈവം നിങ്ങൾക്ക് മറുപടി നൽകുന്നത്. നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലൂടെ വരുന്ന വൊക്കാബുലറി, കട്ടിയായ പദങ്ങൾ കേട്ടിട്ട് ഞാനത് കേട്ട് രോമാഞ്ചമണിഞ്ഞു പോയി എന്ന് ദൈവം ഒരിക്കലും പറയത്തില്ല. നിങ്ങളുടെ വലിയ പ്രാസമല്ല ദൈവത്തെ രോമാഞ്ചമാക്കുന്നത്, പകരം ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നിലവിളിയാണ് എങ്കിൽ, നിങ്ങളുടെ ആധാരം നോക്കിയല്ല നിങ്ങളുടെ ഹൃദയം നോക്കിയാണ് ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത്. വേദപുസ്തകത്തിലെ പല പല പ്രാർത്ഥനകളും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും സ്തോത്രം അതേ സ്വാധീനം ചെലുത്തിയിട്ടുള്ള പല പ്രാർത്ഥനകളും സ്തോത്രം അതിൻ്റെ നീളം നോക്കിയല്ല ദൈവം മറുപടി നൽകിയത്. ഇഷ്മായേൽ എന്ന് പറയുന്ന അനാഥക്കുട്ടി രാവിലെ അപ്പനാൽ ഉപേക്ഷിക്കപ്പെട്ടു, ഉച്ചയ്ക്ക് ശേഷം അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ടു. ഗ്രാമർ നോക്കിയാണോ ആ കുട്ടി നിലവിളിച്ചത് എനിക്കറിയത്തില്ല. നോക്കിയാണോ നിങ്ങൾ കരഞ്ഞത്, നിലവിളിച്ചത് എനിക്കറിയത്തില്ല. പക്ഷെ തിരുവചനം പറയുന്നു, നിലവിളിക്കായി ദൈവത്തിൻ്റെ ചെവി തുറന്നിരിക്കുന്നു. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ആ ബാലൻ്റെ ചെറിയ നിലവിളിക്ക് കിലോമീറ്റർ ആഴത്തിൽ കിടന്ന വെള്ളത്തെ ദൈവം ആ മരുഭൂമിയുടെ ഉപരിതലത്തിൽ കൊണ്ടുവന്നു എങ്കിൽ ഇന്ന് പകരം ആരോ നിലവിളിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഏതോ ഉറവുകൾ, ഏതോ മറുപടികൾ ദൈവകൃപയാൽ നിങ്ങൾക്കായി തുറക്കുന്നുണ്ട്. എരിഹോ പട്ടണത്തിൻ്റെ വാതിക്കൽ, സിറ്റി ഗേറ്റിൽ ഒരു കുരുടൻ നിലവിളിച്ചു. കുരുടൻ്റെ നിലവിളിക്ക് വേണ്ടി കർത്താവ് തിരിഞ്ഞു നിന്ന് എരിഹോവിലെ കുരുടനെ ഏറ്റവും പ്രസിദ്ധനാക്കി അവൻ്റെ കണ്ണുകളെ തുറന്നു എങ്കിൽ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് പകരം നീ നിലവിളിക്കുമ്പോൾ യേശു കർത്താവ് തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് നോക്കുന്നത് നിന്റെ പേരിൻ്റെ കൂടെയുള്ള ഡിഗ്രിയല്ല, നിന്റെ പേഴ്സിൻ്റെ ഖനമല്ല, നിന്റെ പ്രോപ്പർട്ടിയുടെ വലിപ്പമല്ല, പകരം മനുഷ്യർക്ക് കാണുവാൻ കഴിയാത്ത, മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത നിന്റെ ഹൃദയത്തിൽ ഉയരുന്ന വേദനയെ ഇന്ന് പകരം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് ദൈവം.
ഹല്ലേലൂയ. ഒരു വശത്ത് കിടന്ന കള്ളൻ നിലവിളിച്ചു, സ്തോത്രം, അതേ കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. 4 വാക്ക് യേശു കർത്താവ് പോയി ഏതെങ്കിലും ചർച്ചിൽ മെമ്പർഷിപ്പ് എടുത്ത് 6 മാസം കഴിഞ്ഞ് സ്നാനപ്പെട് എന്നല്ല പറഞ്ഞത്. യേശു കർത്താവ് പറഞ്ഞത്, സ്തോത്രം, 1 വർഷം അവിടെ പോയി സ്ഥിരം ദശാംശം കൊടുക്ക് എന്നല്ല പറഞ്ഞത്. യേശു ആരോടും പോയി വെച്ച് നാളെ വാ എന്ന് പറയത്തില്ല. കാരണം അവൻ ഇന്നലത്തെ ദൈവമല്ല, അവൻ നാളത്തെ ദൈവമല്ല. അവൻ ഇന്നലത്തെ ദൈവമല്ല, അവൻ നാളത്തെ ദൈവമല്ല. ഏറ്റെടുക്ക്, അവൻ ഇന്നിൻ്റെ ദൈവമാണ്. Today he shall be with me in paradise. ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. അതേ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, കുട്ടി പ്രാർത്ഥനകളെങ്കിലും ആ പ്രാർത്ഥന കൊണ്ടുവരുന്ന വലിയ വിടുതലുണ്ട്. സ്തെഫാനോസ് തൻ്റെ മേൽ കല്ലുകൾ വീഴുമ്പോൾ വീഴുന്ന കല്ലുകളുടെ എണ്ണമല്ല അവൻ ഓർത്തത്, തൻ്റെ മുറിവുകളല്ല അവൻ ഓർത്തത്. തൻ്റെ മേൽ വന്ന് വീണ കല്ലുകളെ എടുത്ത് 10 മടങ്ങ് വേഗതയിൽ എറിഞ്ഞവൻ്റെ തലയ്ക്ക് തിരിച്ചല്ല അവൻ എറിഞ്ഞത്. പകരം അവൻ ഇവണ്ണം ഒരു കുട്ടി പ്രാർത്ഥന പറഞ്ഞു, ഇവരുടെ പാപം അവർക്ക് നിലനിർത്തരുതേ, ഇവരുടെ പാപം അവർക്ക് നിലനിർത്തരുതേ. എന്താ സംഭവിച്ചത്? എവിടെയാണോ സ്തെഫാനോസ് നിർത്തിയത് അവിടെ കൊണ്ട് പൗലോസ് ആരംഭിച്ചു എങ്കിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. ചെറിയ പ്രാർത്ഥനകൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ മറുപടി കൊണ്ട് വിശ്വസിക്കുന്നവർ കമോൺ ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ. ഇതൊരു മാതൃക പ്രാർത്ഥനയാണ്. കാരണം സ്തോത്രം, കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത് 9-ാം വാക്യത്തിൽ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. ശബ്ദം ഉയർത്തി പറഞ്ഞ ദൈവമക്കളെ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. ഒരിക്കൽ കൂടെ നല്ല ആരോഗ്യത്തോടെ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. ഇതൊരു മാതൃക പ്രാർത്ഥനയാണ്. മറ്റൊരാശയം കൂടെ ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവൻ മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ. പ്രാർത്ഥിക്കുന്നവൻ മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ. 1 തിമോത്തിയോസ് 4:12 തിമോത്തിയോസിന് നോക്കി പൗലോസ് പറയുന്നു, വിശ്വാസികൾക്ക് നീ മാതൃകയായിരിക്കെ. യെസ്, ഈ ദിവസം നിന്റെ ബന്ധുക്കൾക്ക് നീ മാതൃകയായിരിക്കട്ടെ, നിന്റെ സ്നേഹിതർക്ക് നീ മാതൃകയായിരിക്കട്ടെ. അവർ നിന്നെ നോക്കി പഠിക്കട്ടെ, അവർ നിന്നെ നോക്കി പറയട്ടെ, നീ ജീവിക്കുന്നത് പോലെ ഞങ്ങൾക്കും ജീവിക്കണം, നീ പിള്ളേരെ വളർത്തിയതുപോലെ ഞങ്ങൾക്കും വളർത്തണം, നീ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ എനിക്കും അനുഗ്രഹിക്കപ്പെടണം. അപ്പോൾ തിരിച്ചു പറ, ഞാൻ ആരാധിക്കുന്നത് പോലെ. ഞാൻ ആരാധിക്കുന്നത് പോലെ നീയും ആരാധിച്ചാൽ, എൻ്റെ ദൈവമായി ഞാൻ കണക്ട് ചെയ്ത് നിൽക്കുന്നത് പോലെ നീയും നിൻ്റെ ദൈവമായി കണക്ട് ചെയ്താൽ, നീ ഒരിക്കലും വാലായിരിക്കത്തില്ല, നീ തലയായിരിക്കും. നീ താഴ്ച പ്രാപിക്കയില്ല, പകരം നീ ഉയർച്ച പ്രാപിക്കും. യേശുവിൻ്റെ നാമത്തിൽ കമാൽ സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ ആയിരങ്ങളെ സ്വാധീനിക്കുന്ന അതേ റോൾ മോഡൽസ് ആക്കുവാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പ്രാർത്ഥനയിൽ സ്തോത്രം നിങ്ങൾ കണ്ടോ, ഞാൻ, എൻ്റേത്, എനിക്ക് എന്നൊരു പദം നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ കാണുവാൻ കഴിയത്തില്ല. ഉറങ്ങിയിരുന്നവർ ചിലരിപ്പോൾ കണ്ണു തുറന്നു. ഒരിക്കൽ കൂടെ പറയാം, ഞാൻ, എൻ്റേത്, എനിക്ക് എന്ന ഒരു പദം ഈ പ്രാർത്ഥനയിൽ ഇല്ല. യഥാർത്ഥ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, യഥാർത്ഥ ദൈവപൈതലാണെങ്കിൽ അവൻ സെൽഫ്ലെസ് ആയിരിക്കും, അവന് സ്വാർത്ഥത ഉണ്ടാകത്തില്ല. യഥാർത്ഥ പ്രാർത്ഥനക്കാരിയാണെങ്കിൽ, പ്രാർത്ഥനക്കാരനാണെങ്കിൽ, ഓ ഞാൻ, എൻ്റെ ഈഗോ, എൻ്റെ കാര്യം, നോ 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 നോ, നീ ചത്തുപോയി, പകരം ഇനി ജീവിക്കുന്നത് നീയല്ല, ക്രിസ്തു അത്രേ നിന്നിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഞാൻ, എൻ്റെത്, എനിക്കുള്ളത് എന്നൊരു പദം നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയില്ല. പകരം ഈ പ്രാർത്ഥനയിൽ കാണുവാൻ കഴിയുന്നത്, അങ്ങയുടെ നാമം അതേ മഹത്വപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അർത്ഥം, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ നാമം, അങ്ങയുടെ ഇഷ്ടം. ഒരിക്കൽ കൂടെ, അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ സ്തോത്രം നാമം. ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. തുടർന്ന് അടുത്ത ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം, ഞങ്ങൾക്കുള്ള ആഹാരം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ അതെ ഞങ്ങളെ വിടുവിക്കണമേ. എന്നെ വിടുവിക്കണമേ, മറ്റുള്ളവൻ തുലയട്ടെ എന്നല്ല, ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ മറ്റുള്ളവർ തകരട്ടെ എന്നല്ല, ഞാൻ നന്നാകട്ടെ മറ്റുള്ളവരെ ഒരു പാഠം പഠിപ്പിക്കണമേ എന്നല്ല. ഓ കമാൻ, എന്തൊരു ശാന്തത! ഞാൻ പ്രതീക്ഷിച്ചതാ. സ്തോത്രം,
പകരം അതെ, ഈ പുസ്തകം സെൽഫ്ലെസ് ആണ്. ഇത് സ്വാർത്ഥതയുടെ പുസ്തകമല്ല. ഓ, തന്നെത്താൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ, സ്തോത്രം, തന്നെത്താൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം യേശു കർത്താവ് കടന്നു വന്നെങ്കിൽ എല്ലാ ഈഗോയും യേശുവിൻ്റെ നാമത്തിൽ ദൈവജനത്തിൽ നിന്ന് പുറത്തു പോകട്ടെ. കരങ്ങളടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങളടിച്ച് ഹല്ലേലൂയ. എൻ്റേത്, എനിക്കുള്ളത്, ഞാൻ എന്ന ഒരു പദം സ്തോത്രം ഈ അതെ സ്തോത്രം പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയാത്തില്ല. പകരം ഇതൊരു സ്തോത്രം അതെ ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ്. യേശു കർത്താവ് ഇത് പഠിപ്പിച്ചത് പുരുഷാരത്തെയല്ല, യേശു കർത്താവ് ഇത് പഠിപ്പിച്ചത് ശിഷ്യന്മാരെയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, സ്തോത്രം, ഇത് ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ്. ഇത് കർത്താവ് പഠിപ്പിച്ചത് കൊണ്ട് സഭ ട്രഡീഷണലി 2000 വർഷമായി ലോർഡ്സ് പ്രയർ കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നു. തെറ്റില്ല. പക്ഷേ യേശു കർത്താവിനോട് ചേർച്ചാൽ കർത്താവ് പറയും, ഇത് എൻ്റെ പ്രാർത്ഥനയല്ല, ഇത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. കാരണം ഇത് എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ അത് ഇവിടെയല്ല കിടക്കുന്നത്, അത് യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. ഓ കമോൺ, ആരോട് പറയാൻ? യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് എൻ്റെ പ്രാർത്ഥന കിടക്കുന്നത്. അതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന. അതിൻ്റെ വേറൊരു പേരാണ് മഹാപുരോഹിത പ്രാർത്ഥന. കേട്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. യെസ്, അതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന. പക്ഷേ ഈ പ്രാർത്ഥന കർത്താവിൻ്റെ പ്രാർത്ഥന എന്ന് കർത്താവ് പറയത്തില്ല. പകരം കർത്താവ് പറയും, ഇത് ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ്. അതേ പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, ഇത്രയും ഇൻട്രഡക്ഷനായി പറഞ്ഞു വരുമ്പോൾ ആ പ്രാർത്ഥന ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഓ, നിങ്ങൾ പാരമ്പര്യ പള്ളിയിലായിരുന്നപ്പോൾ നന്നായിട്ട് പറഞ്ഞിട്ടിരുന്നു. ഇപ്പോഴാണെങ്കിൽ മറന്നും പോയി. ഇപ്പോൾ ഒരു വല്ലാത്ത പരുവത്തിലായി. ഇംഗ്ലീഷ് മറന്നും പോയി, മലയാളം പഠിച്ചുമില്ല, അല്ലെങ്കിൽ മലയാളം മറന്നും പോയി, ഇംഗ്ലീഷ് പഠിച്ചുമില്ല എന്ന് ആരാണ്ട് പറഞ്ഞതുപോലെ സ്തോത്രം, മറ്റേത് വിട്ടും പോയി, ഇപ്പോൾ ഇവിടുത്തെ ഇത് കിട്ടിയുമില്ല എന്ന ക്രമത്തിൽ ഇരിക്കാതെ ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നമ്പർ 3, അങ്ങയുടെ രാജ്യം വരണമേ. ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു മെഡിറ്റേറ്റ് ടുഡേ. അങ്ങയുടെ രാജ്യം വരണമേ. ശബ്ദം ഉയർത്തി, അങ്ങയുടെ രാജ്യം വരണമേ. എൻ്റെ രാജ്യം എന്നല്ല, എൻ്റെ എന്തോ അജണ്ട എന്നല്ല, എൻ്റെ ആഗ്രഹങ്ങൾ എന്നല്ല, പകരം അങ്ങയുടെ രാജ്യം വരണമേ. ഇന്ന് പകൽ നാം കേൾക്കുന്നതായ സ്തോത്രം ദൂതിൻ്റെ ടൈറ്റിൽ ഇതാണ്, ദ മാസ്റ്റർ മെസ്സേജ്, അല്ലെങ്കിൽ മുഖ്യ സന്ദേശം. അങ്ങയുടെ രാജ്യം വരണമേ. സ്തോത്രം, അതെ, ദ മാസ്റ്റർ മെസ്സേജ്, മുഖ്യ സന്ദേശം. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, മുഖ്യ സന്ദേശം. മൂത്തോക്കി പറഞ്ഞാട്ടെ, ഈ ആൻറ്റിയുടെ മൂത്തോക്കി പറഞ്ഞാട്ടെ, അവൾ മിണ്ടുന്നില്ല. സ്തോത്രം, അതെ, പറഞ്ഞാട്ടെ, മുഖ്യ സന്ദേശം. നിങ്ങൾ ചോദിക്കും, അങ്ങയുടെ രാജ്യം വരണമേ എന്നത് എന്തുകൊണ്ടാണ് മുഖ്യ സന്ദേശം ആയത്? പുതിയ നിയമത്തിൻ്റെ കർട്ടൻ ഉയരുമ്പോൾ എല്ലായിടത്തും സ്തോത്രം ദൂതില്ലാതെ അതേ നിശബ്ദമായി കിടക്കുന്ന സമയത്ത് മരുഭൂമിയിൽ ഒരുവന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾപ്പാൻ കഴിയും. അവൻ്റെ പേരാണ് സ്തോത്രം യോഹന്നാൻ. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ ദൂത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാൻ പറഞ്ഞത്. സ്നാപക യോഹന്നാൻ പറഞ്ഞത് ദൈവ രാജ്യം സമീപിച്ചിരിക്കുന്നു. യോഹന്നാൻ പ്രസംഗിച്ചു തുടങ്ങിയത് ദൈവ രാജ്യം, അങ്ങയുടെ രാജ്യം വരണമേ. പുതിയ നിയമം ആരംഭിക്കുന്നത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ മാത്രമാണോ ദൈവരാജ്യം പറഞ്ഞത്? അല്ല, കർത്താവ് യേശു ക്രിസ്തു അതേ ദൂത് ആവർത്തിക്കുകയുണ്ടായി. മത്തായി 3:1 യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു തുടങ്ങി. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ, യോഹന്നാൻ 4:23 വായിക്കുമ്പോൾ യേശു കർത്താവ് അതേ ദൂത് തന്നെ ആവർത്തിക്കുകയുണ്ടായി. മത്തായി സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നു. സെയിം ടേം ആണ് ദൈവരാജ്യം. സ്തോത്രം, അതെ, മത്തായി സുവിശേഷം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ യേശു കർത്താവ് അതേ ദൂത് ആവർത്തിക്കുകയുണ്ടായി. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, യോഹന്നാൻ പ്രസംഗിച്ചു തുടങ്ങിയത് ദൈവരാജ്യം. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. യേശു കർത്താവ് ആവർത്തിച്ചത്
ദൈവരാജ്യം. യേശുവിന് ഏത് ദൂത് വേണമെങ്കിലും പറയാമായിരുന്നു. യേശു കർത്താവിന് ഒരു പ്രസംഗത്തിനും ഒരു ക്ഷാമവുമില്ല. യേശുവിന് ഏത് സബ്ജക്റ്റ് വേണമോ സ്തോത്രം യേശുവിന് പ്രസംഗിക്കാം. കാരണം അവൻ ആരാണ്? അവൻ വചനം ജഡമായി തീർന്നവനാണ്. യേശുവിന് സമാഗമന കൂടാനും പ്രസംഗിക്കാം. പഴയ നിയമത്തിലെ ഏത് ഈവൻറ്റുകൾ, ഏത് സന്ദർഭങ്ങൾ യേശു കർത്താവിന് പ്രസംഗിക്കാം. തൻ്റെ വരവിനെ കുറിച്ച് പറയാം, സ്വർഗത്തെക്കുറിച്ച് യേശു കർത്താവിന് പറയാം, സഭയെക്കുറിച്ച് യേശു കർത്താവിന് പറയാം, ഹീലിങ്ങിനെ കുറിച്ച്, ഡെലിവറൻസിനെ കുറിച്ച്, സൗഖ്യത്തെക്കുറിച്ച്, വിടുതലിനെ കുറിച്ച് സ്തോത്രം ഒക്കെ യേശു കർത്താവ് പറയാം. പക്ഷേ യേശു പറഞ്ഞത് വേറെ ഒന്നുമല്ല പറഞ്ഞത്. 3.5 വർഷക്കാലം തൻ്റെ പ്രസംഗത്തിൽ മുഴുവൻ കർത്താവ് പറഞ്ഞത് ഒരൊറ്റ വിഷയമേ യേശു പ്രസംഗിച്ചുള്ളൂ: ദൈവരാജ്യം. ഒരിക്കൽ കൂടെ 3.5 വർഷം കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ പ്രസംഗിച്ചത് ദൈവരാജ്യം. സ്തോത്രം. യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യം പ്രസംഗിച്ചു. യേശു കർത്താവ് ആവർത്തിച്ചു. അപ്പോസ്തലന്മാർ എന്താ ചെയ്തത്? അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 12-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം 8-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 31-ാം വാക്യം. ഈ വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലന്മാർ ഇതാ ദൈവരാജ്യം സ്തോത്രം അവർ പ്രസംഗിച്ച് തുടരുകയാണ്. 8-12, 19-8 സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 28-23, 31 തിരുവചനം പറയുന്നു. അപ്പോസ്തലന്മാർ സ്തോത്രം ദൈവരാജ്യം അതേ പ്രസംഗിച്ച് തുടർന്നുകൊണ്ട് ഇരുന്നു. സഹോദരി സഹോദരന്മാരെ സ്തോത്രം, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യം പ്രസംഗിച്ചു. യേശു കർത്താവ് ആവർത്തിച്ചു. അപ്പോസ്തലന്മാർ അതിനെ തുടർന്നു. യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. യേശു കർത്താവ് ആവർത്തിച്ചു. അപ്പോസ്തലന്മാർ തുടർന്നു. അതിൻ്റെ അർത്ഥം ഇന്ന് പകലും വയലൻ്റായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ദൈവരാജ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പകലും സ്തോത്രം വയലൻ്റായി ഇന്ന് പകലും ദൈവകൃപയാൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ദൈവരാജ്യമാണ്. ദൈവരാജ്യത്തെ തകർക്കുവാൻ, ദൈവരാജ്യത്തെ തടയുവാൻ ആർക്കും കഴിയത്തില്ല, ഒന്നിനും കഴിയത്തില്ല. എത്ര പേർ ഒ പി ത്യാഗി ഓർക്കുന്നുണ്ട്? കരങ്ങളെ ഉയർത്തിയാട്ടെ. ഒ പി ത്യാഗി ഓർക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഒ പി ത്യാഗി, ഒ പി ത്യാഗി. ബാക്കിയുള്ളവർ 1, 2, 5 പേരുടെ കരങ്ങളെ ഞാൻ കണ്ടു. സ്തോത്രം. അതെ, മറ്റുള്ളവർ ചോദിക്കുന്നത് എവിടത്തെ ത്യാഗം, എന്തോ ത്യാഗം. സ്തോത്രം പറയാം. വർഷങ്ങൾക്ക് മുമ്പ്, പ്രോബബ്ലി സ്തോത്രം 30 വർഷങ്ങൾക്ക് മുമ്പ്, 35 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ക്രിസ്ത്യാനിത്വത്തിനെതിരെ ഒരു ബില്ല് കൊണ്ടുവന്ന മനുഷ്യനായിരുന്നു ഒ പി ത്യാഗി. സ്തോത്രം. ഒ പി ത്യാഗി എന്തിയെ? തൻ്റെ ബില്ല് ആർക്കും അറിയത്തില്ല. ഒ പി ത്യാഗി തകർന്നു. തൻ്റെ ബില്ല് ആസ്ഥാനത്തായി ഇന്നും സ്തോത്രം ദൈവത്തിൻ്റെ രാജ്യം ദൈവകൃപയാൽ മുന്നേറിക്കൊണ്ട് ഇരിക്കുന്നു. ഹല്ലേലൂയ. ദൈവരാജ്യത്തെ തടയുവാൻ ആർക്കും കഴിയത്തേയില്ല. കരങ്ങളെ ഉയർത്തി ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചില ദൈവമക്കളെ അറസ്റ്റ് ചെയ്യാം, കള്ള കേസുണ്ടാക്കാം, പാസ്റ്റർമാരെ അടിക്കാം, ബിൽഡിംഗ് പൊളിക്കാം. പക്ഷേ സ്തോത്രം സാത്താന് ഒരിക്കലും ദൈവരാജ്യത്തെ തടയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അടച്ചിട്ട മുറിയിൽ നിങ്ങൾ ആരോടും പറയല്ലേ എന്ന് പറഞ്ഞിട്ടല്ല കർത്താവ് തൻ്റെ സഭയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞത്. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഫിലിപ്പിൻ്റെ കൈസരിയ എന്നറിയപ്പെടുന്ന സർവമത സമ്മേളന നഗരിയുടെ സ്ഥാനത്ത് യേശു കർത്താവ് തൻ്റെ 12 ബോയ്സിനെ കൂട്ടിക്കൊണ്ട് പോയി ഇപ്രകാരം ഗർജന സ്വരത്തിൽ ഇവണ്ണം പറഞ്ഞു: I will build my church and no gates of hell cannot prevail against it. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവരാജ്യത്തെ പൊളിക്കുവാൻ, ദൈവരാജ്യത്തെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. പുറത്തൊരു പക്ഷേ നല്ല മഴ പെയ്യുന്നുണ്ടായിരിക്കാം. നനയാതിരിക്കണമെങ്കിൽ ഈ ബിൽഡിങ്ങിന് അകത്ത് കയറിയിരുന്നാട്ടെ. ജീവിതം പൊളിയാതിരിക്കണമെങ്കിൽ ദൈവരാജ്യത്തിൽ കയറിയിരുന്നാട്ടെ. ഹല്ലേലൂയ. നനയാതിരിക്കണമെങ്കിൽ ഈ ബിൽഡിങ്ങിൽ കയറിയിരിക്കുക. ജീവിതം പൊളിയാതിരിക്കണമെങ്കിൽ ദൈവരാജ്യത്തിൽ കയറിയിരിക്കുക. കാരണം സ്തോത്രം സാമ്രാജ്യങ്ങൾ, രാജാക്കന്മാർ, നേതാക്കന്മാർ ദൈവരാജ്യത്തിന് എതിരെ സടകുടഞ്ഞ് എഴുന്നേറ്റ് സ്തോത്രം ദൈവരാജ്യത്തെ പൊളിക്കും എന്ന് പറഞ്ഞവർ പൊളിഞ്ഞതേയുള്ളൂ. ദൈവരാജ്യത്തെ സൈലന്റ് ആക്കും എന്ന് പറഞ്ഞവർ സൈലന്റ് ആയതേയുള്ളൂ. ദൈവരാജ്യത്തെ തകർക്കുമെന്ന് പറഞ്ഞവർ തകർന്നതേയുള്ളൂ. പക്ഷേ സ്തോത്രം ദൈവരാജ്യം ദൈവകൃപയാൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു.
മൂന്നിൽ ഒരു ഭാഗം മാത്രമാണ് കര. ഞാൻ ഇന്ന് പകൽ പ്രസംഗിക്കുന്നതായ ഈ വേളയിലും 2/3 ഭൂരിപക്ഷം വെള്ളത്തിനാണ്. സ്തോത്രം. 2/3 ഭൂരിപക്ഷം കരയ്ക്കല്ല, 2/3 ഭൂരിപക്ഷം വെള്ളത്തിനാണ്. ആരോ പറയുന്നു ഭൂരിപക്ഷം കിട്ടിയാൽ ഞങ്ങൾ അങ്ങ് തകർത്ത് കളയും. നടക്കത്തില്ല. ഞാൻ ഈ പ്രസംഗം പറയുന്ന ഈ സമയത്തും തെക്ക് നിന്നും കിഴക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കോടിക്കണക്കിന് തിരമാലകൾ അടിക്കുന്നുണ്ട്. പക്ഷേ സ്വർഗത്തിലെ ദൈവം മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അവൻ സമുദ്രത്ത് നോക്കി പ്രകാരം പറഞ്ഞു, നിനക്ക് ഇത്രത്തോളം വരും, ഇത്രത്തോളം നിനക്ക് വരാം. ഇവിടെ നിന്റെ തിരമാലയുടെ ഗർജനം അവസാനിക്കും. ഹല്ലേലൂയ. നിനക്ക് ഇത്രത്തോളം വരാം, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർജനം അവസാനിക്കുക. അർത്ഥം, നിനക്കെതിരെ എത്ര വെല്ലുവിളികൾ വന്നാലും, എത്ര പരിഹാസം വന്നാലും, എത്ര നിന്ദകൾ, ആക്ഷേപങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വന്നാലും നിന്റെ ഉടമസ്ഥൻ സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ ദൈവം, He is the God. ദൈവം കൺട്രോൾ ചെയ്യുന്നു. ദൈവം സകലത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. നിന്റെ ടിവിയുടെ റിമോട്ട് കൺട്രോൾ നീ പിടിച്ചിരിക്കുന്നത് പോലെ നിന്റെ ജീവിതത്തിന്റെ റിമോട്ട് കൺട്രോൾ കർത്താവ് പിടിച്ചിരിക്കുന്നു. അവൻ മയങ്ങുന്നില്ല, അവൻ ഉറങ്ങുന്നില്ല, അവൻ ക്ഷീണിക്കുന്നില്ല, അവൻ വയസ്സാകുന്നില്ല, അവൻ പെൻഷൻ പറ്റുന്നില്ല. ഇത്രത്തോളം ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ ഇനിയും നടത്തുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. നീ ഒരിക്കലും പൊളിഞ്ഞു പോകത്തില്ല. വിശ്വസിക്കുന്നവരെ കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവജനം ദൈവത്തെ സ്തുതിച്ച് പോരാ. ഒരിക്കൽ കൂടെ ദൈവരാജ്യമാക്കുന്നത് അതിലെ രാജാവാണ്. ഒരിക്കൽ കൂടെ ദൈവരാജ്യമാക്കുന്നത് രാജാവാണ്. രാജാവിനെ ആ രാജ്യത്തിൽ നിന്ന് മാറ്റിയാൽ ആ രാജ്യത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ട് പ്രയോജനമില്ല. ആ രാജ്യത്തെ രാജ്യമാക്കി തീർക്കുന്നത് അത് രാജാവിൻ്റെ പ്രസൻസ് ആണ്. സ്തോത്രം. എനിക്കൊരു രാജാവിനെ അറിയാമെന്നല്ല എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു രാജാവിനെ അറിയാം. യെസ്, എനിക്കൊരു രാജാവ്. ഹല്ലേലൂയ. വൈ കിങ് ഓഫ് കിങ്സ്? എന്തുകൊണ്ട് രാജാക്കന്മാരുടെ രാജാവ്? വെളിപ്പാട് 1:5 വായിക്കുമ്പോൾ 1 പത്രോസ് 2:8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ പുതിയ നിയമസഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്നതായ പല സ്തോത്രം സ്ഥാന പേരുകളുണ്ട്. അതായത് നിങ്ങൾക്ക് സഹോദരനെ ദൈവം തന്നിരിക്കുന്നതായ പല സ്ഥാന പേരുണ്ട്. അതിലൊന്നാണ് ഭൂമിയിൽ നിങ്ങൾ പുരോഹിതന്മാരായിരിക്കുന്നു, നിങ്ങൾ രാജാക്കന്മാരായിരിക്കുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, യു ആർ ദ കിങ്സ് ആൻഡ് പ്രീസ്റ്റ്. ഒരു വശത്ത് നിങ്ങൾ പുരോഹിതന്മാരാണ്, മറുവശത്ത് നിങ്ങൾ രാജാക്കന്മാരാണ്. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കുന്ന ഉപകരണമായിട്ടല്ല ദൈവം ഇട്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് സ്തോത്രം അതെ തകർക്കേണ്ടതായ ഒരു കാര്യമായിട്ടല്ല ദൈവം നിങ്ങളെ ഇട്ടിരിക്കുന്നത്. സാത്താന്റെ കയ്യിലെ കളിപ്പാട്ടമായിട്ടല്ല ദൈവം നിന്നെ കണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങൾ ഭൂമിയിൽ ആരാണ്? നിങ്ങൾ പുരോഹിതന്മാരാണ്, നിങ്ങൾ രാജാക്കന്മാരാണ്. നിങ്ങൾ പുരോഹിതന്മാരാണ്, നിങ്ങൾ രാജാക്കന്മാരാണ്. കേട്ടവൻ ആമേൻ പറഞ്ഞാട്. ഇന്നലെ ഉച്ചകോടി അവസാനിച്ചു. ഇന്നലെ ഉച്ചകോടി നടന്നു അലാസ്കയിൽ വച്ച്. ഒരു വശത്ത് സ്തോത്രം ഡൊണാൾഡ് ജെ ട്രംപും മറുവശത്ത് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഉച്ചകോടി നടന്നു. സ്തോത്രം. ആ ഉച്ചകോടി നടന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു കാണാം, അയ്യോ ഇവരാണല്ലോ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. ആര്? ട്രംപോ? ആര്? വ്ളാഡിമിർ പുടിനോ? ആരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്? ട്രംപ് അല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്, വ്ളാഡിമിർ പുടിനല്ല, യുണൈറ്റഡ് നേഷൻ അല്ല, മറ്റാരുമല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നവനാണ്. ഏറ്റവും കൂടുതൽ ലോകത്തെ സ്വാധീനിക്കുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി മുട്ടുമടക്കുന്നവൻ. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവനാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ.
പ്രാർത്ഥിക്കുമ്പോൾ ചരിത്രം സ്തോത്രം വഴിമാറുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ റൂമിൽ നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വാച്ച് നോക്കാതെ കലണ്ടർ നോക്കാതെ, ഒരിക്കൽ കൂടെ, നിങ്ങൾ കേട്ടില്ല, വാച്ച് നോക്കാതെ കലണ്ടർ നോക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം പുതിയൊരു ചരിത്രം ദൈവകൃപയാൽ നിങ്ങൾ രചിക്കുകയാണ്. കാരണം നിങ്ങൾ ആരാണ്? ഒരു വശത്തെ നിങ്ങൾ പുരോഹിതന്മാരാണ്, പ്രാർത്ഥനക്കാരാണ്. മറുവശത്തെ നിങ്ങൾ രാജാക്കന്മാരാണ്. സ്തോത്രം പ്രാർത്ഥിക്കുന്നവനാണ് ലോകത്ത് വാഴുന്നത്. നിങ്ങൾ കേട്ടില്ല, പ്രാർത്ഥിക്കുന്നവനാണ് ലോകത്ത് വാഴുന്നത്. കമാൻ. കാരണം ഒരു വശത്തെ പുരോഹിതന്മാരാണ്, മറുവശത്തെ രാജാക്കന്മാരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സഭ അത് മറ്റുള്ളവരാൽ വാഴപ്പെടുന്നവേണ്ടവരല്ല. ഒരിക്കൽ കൂടെ, സഭ മറ്റുള്ളവരാൽ വാഴപ്പെടേണ്ടവരല്ല, സഭയായിരിക്കട്ടെ ദേശത്ത് വാഴുന്നത്. കമാൻ. ആർക്കും വേണ്ടേ? ഹല്ലേലൂയ. സഭയാകട്ടെ ദേശത്ത് വാഴുന്നത്. മേലാൽ വല്ലോരും പറയുന്നതല്ല സഭ കേൾക്കുന്നത്, പ്രാർത്ഥിക്കുന്ന സഭ പറയുന്നത്. ദേശം കേൾക്കട്ടെ. കാരണം സ്തോത്രം നിങ്ങൾ പുരോഹിതന്മാരാണ്, നിങ്ങൾ രാജാക്കന്മാരാണ്. കേട്ടവർ രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, വാഴാനായി ജീവിക്കുന്നു. പറഞ്ഞാട്ടെ, വാഴാനായി ജീവിക്കുന്നു. ബിക്കോസ് യു ആർ ദ പ്രീസ്റ്റ് ആൻഡ് യു ആർ ദ കിങ്. നിങ്ങൾ രാജാക്കന്മാരാണ്, നിങ്ങൾ പുരോഹിതന്മാരാണ്. നിങ്ങൾ രാജാക്കന്മാരായതുകൊണ്ട് നമുക്കൊരു രാജാവുണ്ട്. അതുകൊണ്ടാണ് അവൻ രാജാതി രാജാവ്. ഒരിക്കൽ കൂടെ, നമ്മൾ രാജാക്കന്മാരായതുകൊണ്ട് നമ്മുടെ നേതാവിൻ്റെ പേര് രാജാതി രാജാവ് എന്നായി. 1 തിമോഥെയോസ് 6:16-17, വെളിപ്പാട് 17:14, വെളിപ്പാട് 19:16 ആവർത്തിച്ച് വേദപുസ്തകം പറയുന്നു, ഹി ഈസ് ദ കിങ് ഓഫ് കിങ് ആൻഡ് ഹി ഈസ് ദ ലോർഡ് ഓഫ് ലോർഡ്. യേശു കർത്താവ്, അവൻ രാജാതി രാജാവാണ്, അവൻ കർത്താതി കർത്താവാണ്. കർത്താവ് യേശുവിലേക്ക് നോക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം തുടങ്ങി അവസാനം വരെയും ഈ ദൈവരാജ്യത്തിൻ്റെ പ്രസരിപ്പ് നിങ്ങൾക്ക് കാണുവാൻ കൊണ്ടും കഴിയും. ഞാൻ ആവർത്തിക്കട്ടെ, യേശുവിൻ്റെ ജനനം തുടങ്ങി നാളെ ഇതുവരെ സ്തോത്രം ദൈവരാജ്യത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെതായ പ്രസൻസ് യേശു കർത്താവിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കാരണം യേശു മതസ്ഥാപകനല്ല, അവൻ പേരെടുപ്പാൻ വന്നവനല്ല, അവൻ സാധാ പ്രവാചകനല്ല, അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. അവൻ നെപ്പോളിയനേക്കാൾ വലിയവനാണ്, അവൻ അലക്സാണ്ടറിനേക്കാൾ ശ്രേഷ്ഠനാണ്. വേറെ ഏതോ ചക്രവർത്തിമാരെ നിങ്ങൾ എൻ്റെ മുൻപിൽ കൊണ്ടുപോവാ, ദൈവകൃപയാൽ ഈ പുസ്തകത്തിൻ്റെ അതേ നിഴലിൽ നമുക്ക് പറവാൻ കൊണ്ട് കഴിയും. അവൻ രാജാതി രാജാവാണ്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. യേശു കർത്താവ് ജനിച്ചപ്പോൾ തന്നെ യേശുവിൻ്റെ ജനനത്തിങ്കളെ ഇതാ തിരുവചനം പറയുന്നു, കിഴക്കുന്നത് വിദ്വാൻമാർ കടന്നു വന്നു. കിഴക്കുന്നത് വിദ്വാൻമാർ കടന്നു വന്നത് 3 വിദ്വാൻമാരാണ് നിങ്ങളുടെ ക്രിസ്മസ് കാർഡിൽ നിങ്ങൾ കാണുന്നത്. അല്ല, അവർ കൊണ്ടുവന്നത് 3 കാര്യങ്ങളായിരിക്കാം. മൂര്, പൊന്ന്, കുന്തിരിക്കം. മത്തായി 2:11 3 കാര്യങ്ങളാണ് അവർ കൊണ്ടുവന്നത്. കാരണം യേശു കർത്താവ് പുരോഹിതനാണ്, യേശു കർത്താവ് പ്രവാചകനാണ്, യേശു കർത്താവ് രാജാവാണ്. ആരും മിണ്ടുന്നില്ല. യേശു പുരോഹിതനാണ്, പ്രവാചകനാണ്, രാജാവാണ്. യേശു പുരോഹിതനായതുകൊണ്ട് കുന്തിരിക്കം, യേശു കർത്താവ് പ്രവാചകനായതുകൊണ്ട് മൂര്, യേശു കർത്താവ് രാജാവായതുകൊണ്ട് സ്വർണം. സ്തോത്രം. അതേ രാജഗ്രഹങ്ങളിൽ നിന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. ചിലപ്പോൾ ഇറാനിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ സ്തോത്രം അതേ ചൈനയിൽ നിന്നായിരിക്കാം. അതേ സിൽക്ക് റോഡ് എന്ന അന്ന് അറിയപ്പെട്ടിരുന്ന ആ സ്ഥലത്ത് സ്തോത്രം യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് ഇതാ വിദ്വാൻമാർ കടന്നു വരുന്നു, വാന നിരീക്ഷകർ കടന്നു വരികയാണ്, അസ്ട്രോണമിസ്റ്റ് കടന്നു വരികയാണ്. അവർ കടന്നു വന്ന് യേശു കർത്താവിൻ്റെ മുൻപിൽ സ്തോത്രം അതെ യേശു കർത്താവിനെ തേടി അവർ വന്നിട്ട് ഹെരോദാവിനോട് ചോദിക്കുന്നു, വേർ ഇസ് എ കിങ് ഓഫ് ജ്യൂ? യഹൂദന്മാരുടെ രാജാവ് എവിടെ? യഹൂദന്മാരുടെ രാജാവ് എവിടെ? അർത്ഥം ഞാൻ പറയട്ടെ, യേശു കർത്താവ് ജനിച്ചപ്പോൾ തന്നെ അവൻ രാജാവായിട്ടാണ് ജനിച്ചത്. അവൻ നാസ്രയത്തിൽ ജനിക്കാമായിരുന്നു, പക്ഷേ നിയമം മാറി. അവൻ രാജാവായതുകൊണ്ട് ദാവീദിൻ്റെ പട്ടണത്തിൽ തന്നെ അവൻ ജനിക്കണം. കാരണം ദാവീദ് രാജാവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ദേശത്തിൻ്റെ നിയമം നിനക്ക് വേണ്ടി മാറുവാൻ വേണ്ടി പോകുകയാണ്. ദേശത്തിൻ്റെ നിയമം നിനക്ക് വേണ്ടി മാറുവാൻ പോകുകയാണ്.
അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ചിലത് ഈ ദിവസങ്ങൾ നമ്മൾ കാണും. പെട്ടെന്ന് പറഞ്ഞേ, ചിലത് ഈ ദിവസങ്ങൾ ദേശത്തിൻ്റെ നിയമം മാറി. സ്തോത്രം. വിദ്വാൻമാർ കടന്നു വന്ന് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവ് എവിടെ? അവൻ്റെ ജനനത്തെങ്കിൽ നിങ്ങൾക്ക് രാജത്വത്തിൻ്റെ സാന്നിധ്യം കാണുവാൻ കഴിയും. Then what about his life and ministry? യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ നോക്ക്, യേശുവിൻ്റെ പ്രസംഗത്തിൽ നോക്ക്, ടീച്ചിങ്ങിൽ നോക്ക്, യേശുവിൻ്റെ പഠിപ്പിക്കൽ നോക്ക്. അവിടെ നിങ്ങൾക്ക് സ്തോത്രം രാജത്വത്തിൻ്റെ സ്പർശനം കാണുവാൻ കഴിയും. യേശു കർത്താവ് പ്രസംഗിച്ചത് ഏറ്റവും കൂടുതൽ, പഠിപ്പിച്ചത് ഏറ്റവും കൂടുതൽ ദൈവ രാജ്യത്തെക്കുറിച്ചാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്. യേശു കർത്താവ് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. മാസങ്ങൾ നമുക്കിങ്ങനെ പറഞ്ഞു നിൽപ്പാൻ കഴിയും. ഞാൻ അല്പം ഫാസ്റ്റാണ്. ഈ മുന്നിലായിരിക്കുന്ന സ്തോത്രം ഈ കുട്ടികൾക്കായി സ്തോത്രം. DL മൂഡി, ചാൾസ് ഫിന്നി, സ്തോത്രം CH സ്പർജൻ എല്ലാം വന്നിട്ടുണ്ട്. നല്ല റിവൈവൽ എൻ്റെ ഫ്രണ്ടിൽ നടക്കുകയാണ്. സ്തോത്രം. ദൈവം വരെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ അടിച്ച് ഈ നല്ല മക്കൾക്കായി ദൈവത്തെ സ്തുതിച്ചാണ്. കിങ്ഡം. യേശു കർത്താവ് പഠിപ്പിച്ചത് ദൈവരാജ്യം. യേശു കർത്താവ് പ്രസംഗിച്ചത് ദൈവരാജ്യം. ദ ബെസ്റ്റ് എക്സാമ്പിൾ മത്തായി സുവിശേഷം 13-ാം അധ്യായം. സ്തോത്രം. മത്തായി സുവിശേഷം 13-ാം അധ്യായം, ദ കിങ്ഡം ചാപ്റ്റർ. 7 ഉപമകളാണ് യേശു കർത്താവ് മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു കർത്താവ് സ്തോത്രം പറഞ്ഞത്. 7 ഉപമകൾ. കേട്ടവർ പറഞ്ഞാട്ടെ, 7 ഉപമകൾ. കർത്താവ് സ്തോത്രം ആ ഉപമകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഉപമകൾ. യേശു പറഞ്ഞത് ഏതോ സ്തോത്രം ഊഹാഭോഗങ്ങളല്ല, ഏതോ കിളവി കഥകളല്ല, ഏതോ ഐഡിയകളല്ല. പകരം അവൻ പറഞ്ഞത് കിങ്ഡം പ്രിൻസിപ്പിളാണ് പറഞ്ഞത്. ദൈവരാജ്യത്തിൻ്റെ തത്വമാണ് കർത്താവ് പറഞ്ഞത്. ഓ, മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞേ. സ്തോത്രം. 1-ാമത്തെ ഉപമ യേശു കർത്താവ് പറഞ്ഞത് വിതയ്ക്കുന്നവൻ്റെ ഉപമയാണ്. വിതയ്ക്കുന്നത് കൈകൊണ്ടാണ്, പക്ഷെ കൊയ്യുന്നത് കൊണ്ടുകൊണ്ടാണ്. വിതയ്ക്കുന്നത് കുറച്ചാണ്, കൊയ്യുന്നത് അധികമാണ്. ഹല്ലേലൂയ. കൊയ്യുന്നത് അധികമാണ്. ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവരാജ്യത്തിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ നിനക്കൊരു ഭയങ്കര വർധനവുണ്ട്. ഓ, ആർക്കും വേണ്ടേ? ദൈവരാജ്യത്തിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ നിന്റെ ദൂതിന്, നിന്റെ ആരാധനയ്ക്ക്, നിന്റെ സ്തുതിക്ക്, നിന്റെ പ്രാർത്ഥനയ്ക്ക്, നിന്റെ ശുശ്രൂഷയ്ക്ക്, സകലത്തിൽ ഒരു വർധനവുണ്ട്. കമോൺ, ആർക്കും വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. നിനക്കൊരു വർധനവുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടില്ല? ഹല്ലേലൂയ. ഇത് ചക്കയുടെയും മാങ്ങയുടെയും സീസൺ അല്ല സഹോദരി സഹോദരന്മാരെ. നിന്റെ ലൈഫിൽ ഇത് വർധനവിൻ്റെ സീസണാണ്. യെസ്. ദൈവരാജ്യത്തിൽ ഒന്നാമതായി കർത്താവ് പറഞ്ഞത് 13-ാം അധ്യായത്തിൽ ഒന്നാമതായി പറഞ്ഞത് വിതയ്ക്കുന്നവൻ്റെ ഉപമയാണ്. രണ്ടാമത് കർത്താവ് പറഞ്ഞത് സ്തോത്രം മസ്റ്റർഡ് സീഡ്, കടുക് മണിയുടെ സ്തോത്ര ഉപമയാണ്. കടുക് മണി ചെറുതാണ്, പക്ഷേ അത് വളർന്ന് വലിയ വൃക്ഷമായി. നമ്പർ 2, ദൈവരാജ്യത്തിലാണ് നീ ഇരിക്കുന്നതെങ്കിൽ നീ വർധനവ് മാത്രമല്ല ഉള്ളത്, നിനക്ക് ഭയങ്കര വളർച്ചയുണ്ട്. നിനക്ക് വലിയ വളർച്ചയുണ്ട്. ഹല്ലേലൂയ. ആർക്കും വേണ്ടേ? നിനക്ക് വലിയ വളർച്ചയുണ്ട്. 2 പേരെ തൊട്ട് പറ, ഞാൻ വളരാൻ പോകുന്നു. മൂത്തൊക്കെ പറഞ്ഞേ, വളരാൻ പോകുന്നു, വളരാൻ പോകുന്നു, വളരാൻ പോകുന്നു. നിന്നെ വളർത്തത്തെ വെല്ലുവിളിക്കുന്ന അപ്പുറത്തൊരു ഹെരോദാവ് ഉണ്ടായിരിക്കാം, ഇപ്പുറത്തൊരു ഫറവോൻ ഉണ്ടായിരിക്കാം. ഓ കമോൺ, ആരോട് പറയാൻ? നിന്നെ വളർത്തത്തില്ല, വളർത്തത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന അപ്പുറത്തൊരു ഹെരോദാവ് ഉണ്ടായിരിക്കാം, ഇപ്പുറത്തൊരു ഫറവോൻ ഉണ്ടായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ആർക്കും തടുക്കാൻ കഴിയാതെ, ആർക്കും തളർത്തുവാൻ കഴിയാതെ, ആർക്കും തടുക്കാൻ കഴിയാതെ, ആർക്കും തകർക്കുവാൻ കഴിയാതെ ദൈവകൃപയാൽ നീ വളരുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ. ആരാലും തടുക്കപ്പെടാൻ കഴിയത്തില്ല, ആരാലും തളർത്തപ്പെടുവാൻ കഴിയത്തില്ല. ദൈവകൃപയാൽ നീ വളരും. കാരണം നീ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തിലാണ്. നമ്പർ 3, മൂന്നാമത് കർത്താവ് പറഞ്ഞു പുളിച്ച മാവ്. പുളിച്ച മാവ് അല്പമാണ് ആ പുളിച്ച മാവ്, പക്ഷേ ആ പിണ്ടത്തെ മുഴുവൻ അത് സ്തോത്രം പുളിപ്പിച്ചു. നീ മാത്രമാണ് നിന്റെ വീട്ടിൽ വിശ്വാസത്തിലെന്ന്, നീ മാത്രമാണ് നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നത്. ഓ കമാൺ, ആര്? സ്തോത്രം. നീ മാത്രമാണ് രക്ഷിക്കപ്പെട്ടത്, നീ മാത്രമാണ് നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നീ പ്രാർത്ഥിക്കുമ്പോൾ, ആ വീട്ടിൽ നിന്ന് നീ ആരാധിക്കുമ്പോൾ, ആ പുളിപ്പ് എല്ലാവരും വ്യാപരിപ്പാൻ പോകുന്നു. കാരണം അല്പം പുളിച്ചത് ആ മുഴുവൻ പിണ്ടത്തെ പുളിപ്പിച്ചതുപോലെ, അല്പം പുളിച്ചത് മുഴുവൻ പിണ്ടത്തെ പുളിച്ചതുപോലെ
ശബ്ദം ഉയർത്തി പറ, എല്ലാവരും രക്ഷിക്കപ്പെട്. പറ 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 പറ, എല്ലാവരും രക്ഷിക്കപ്പെട്. പറഞ്ഞ എല്ലാവരും സ്നാനപ്പെട്. വലത് കരങ്ങളെ ഉയർത്തി എല്ലാവരും എന്നോടുകൂടി ആരാധിക്കുക. യെസ്, എല്ലാവരും എന്നോടുകൂടി ആരാധിക്കുക. പ്രവചനാത്മാവിൽ അടുത്തിരിക്കുന്ന രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, നിങ്ങൾ അവരോട് ചേരത്തില്ല, അവർ നിങ്ങളോട് ചേരും. പറ, നിങ്ങൾ അവരോട് ചേരത്തില്ല, അവർ നിങ്ങളോട് ചേരും യേശുവിൻ്റെ നാമത്തിൽ. കാരണം നിങ്ങൾ വന്നിരിക്കുന്നത് സൺഡേ ക്ലബിലല്ല, നിങ്ങൾ വന്നിരിക്കുന്നത് ദൈവരാജ്യത്തിലത്രേ. നാലാമത് കർത്താവ് പറഞ്ഞ ഹിഡൻ ട്രഷേഴ്സ്, ഒളിച്ചു വെച്ച ഒരു നിധിയാണ്. ഒളിച്ചു വെച്ച നിധിയെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരുവാൻ വേണ്ടി പോകുന്നു. കേരള യൂണിവേഴ്സിറ്റിക്ക്, MG യൂണിവേഴ്സിറ്റിക്ക്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക്, ഓക്സ്ഫോർഡിന്, സ്റ്റാൻഫോർഡിന്, ലോകത്തിലെ ഉന്നതന്മാരായ യൂണിവേഴ്സിറ്റികൾക്ക് അതേ വെളിപ്പെടുത്തുവാൻ കഴിയാത്തത് സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. യെസ്, എൻ്റെ പ്രാർത്ഥന ഇതാണ്, കിങ്ഡം റെവലേഷൻ, ദൈവരാജ്യത്തിന്റെ വെളിപ്പാട്. Come on people, ദൈവരാജ്യത്തിന്റെ വെളിപ്പാടിൽ നീ ഓപ്പറേറ്റ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടെടുക്ക. ഹല്ലേലൂയ. ഉറബാ ശാന്തലരബാ കാസിനിയാംദോ ഉറബാ ശേഖേനിയാസി. കിങ്ഡം റെവലേഷൻ, കിങ്ഡം റെവലേഷൻ. മറ്റുള്ള നമ്പരെന്ന് ചോദിക്കട്ടെ, ഇതെവിടെ നിന്ന് കിട്ടി? ആര് പറഞ്ഞു തന്നു? ഇൻ ദ നെയിം ഓഫ് ജീസസ്. സ്കൂളിന് പറവാൻ കഴിയാത്തത്, കോളേജിന് പഠിപ്പിക്കാൻ കഴിയാത്തത്, റെവലേഷനിൽ വെളിപ്പാടിൽ നീ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. കാരണം നീ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, സ്തോത്രം. അതേ അടുത്ത ഉപമ കർത്താവ് പറഞ്ഞ പേൾ മർച്ചന്റ്. സ്തോത്രം, ഒരു വ്യാപാരി തനിക്കുള്ളത് മുഴുവൻ വിറ്റിട്ട് സ്തോത്രം ആ വിലേറിയ മുത്തിനെ മേടിക്കുകയുണ്ടായി. ഹല്ലേലൂയ. വിലേറിയത് നിന്റെ കയ്യിൽ കർത്താവ് നൽകുക. ലോകത്തിന് തരുവാൻ കഴിയാത്തത് വിലേറിയത്. കമോൺ പീപ്പിൾ, ഇവിടെ ആയിരിക്കുന്ന ചിലരെ നോക്കിയ കർത്താവ് പറയുന്നു, പലരും ചോദിച്ചിട്ട് കൊടുക്കാത്തത്, പലരും ആഗ്രഹിച്ചിട്ട് കൊടുക്കാത്തത്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ചില കൈമാറ്റങ്ങൾ ചിലരിൽ ദൈവകൃപയാൽ വെളിപ്പെടുവാൻ പോകുന്നു. കമാൺ, കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും പറയട്ടെ, വീറ്റ് ആൻഡ് ടേസ്റ്റ്. സ്തോത്രം. അതേ മണിയും കളയും ദൈവരാജ്യത്തിൻ്റെ ഉപമയുടെ മറ്റൊരു പ്രത്യേകതയാണ്. യേശു കർത്താവ് പറയുന്നു, ഒരു വശത്ത് സ്തോത്രം അതേ നല്ല വിതയുണ്ട്, നല്ല അതേ സ്തോത്രം മണിയാണ്, പക്ഷെ മറുവശത്ത് കളയുണ്ട്. ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ എന്താണ് കളയെന്ന്, എന്താണ് വിതയെന്ന് ഒരു ഹോളി സെപ്പറേഷനിലൂടെ ദൈവമായ കർത്താവ് വെളിപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. കാരണം ദൈവരാജ്യമാണ്. സ്തോത്രം. ഏഴാമതായി അവസാനമായി ഞാൻ പറയട്ടെ, അതിൽ കടലിൽ ഇട്ടതായ ഒരു വല പോലെയാണ്. അത് കടലിൽ ഇട്ടതായ വലയാണ്. അതിൽ കയറാതിരിപ്പാൻ ഒന്നിനും കഴിഞ്ഞില്ല. യേശുവിൻ്റെ നാമത്തിൽ ഈ പട്ടണത്തെ നോക്കി ദൈവകൃപയാൽ സഭ വിളിച്ചു പറഞ്ഞാട്ടെ, ഇതിനകത്ത് കയറാതിരിപ്പാൻ ഒന്നിനും കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവരാജ്യത്തിൻ്റെ വലയെ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഞങ്ങൾ ഇടുന്നു. ഇതിൽ കയറാതിരിപ്പാൻ ഒന്നിനും കഴിയത്തില്ല. ഇതിനെ തടയുവാൻ, ജനത്തെ തടയുവാൻ ഒരു മതശക്തിക്ക്, ഒരു രാഷ്ട്രീയ ശക്തിക്ക്, ഒരു മാനുഷിക പൈശാചിക ശക്തികൾക്ക് ഒരിക്കലും കഴിയത്തില്ല. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് തൻ്റെ ശുശ്രൂഷയിൽ മുഴുവൻ രാജാവ് പറഞ്ഞത് ദൈവരാജ്യത്തെ കുറിച്ചാണ്. ഇതുപോലെ സ്തോത്രം വർഷങ്ങൾ നമുക്ക് പ്രസംഗിപ്പാൻ തക്കോണം കഴിയും, പഠിപ്പിപ്പാൻ തക്കോണം കഴിയും. ദൈവരാജ്യ ശുശ്രൂഷ കഴിഞ്ഞ കർത്താവ് യേശു ക്രിസ്തു ശുശ്രൂഷയുടെ അവസാന സന്ധ്യാസമയത്ത് ഒലിമലയുടെ താഴ്വരയിലിരിക്കുമ്പോഴും കൺക്ലൂഷനും കർത്താവ് പറയാനുള്ളത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്.
കൺക്ലൂഷനെ കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു, നിൻ്റെ വരവിൻ്റെ ലക്ഷണം എന്താണ്? നിൻ്റെ വരവിൻ്റെ ലക്ഷണം എന്താണ്? അയ്യോ, ഭൂകമ്പത്താൽ എല്ലാം പൊളിയും, കൊറോണ വന്ന് എല്ലാം കൊണ്ടുപോകും, എതിർ ക്രിസ്തു വന്ന് എല്ലാവനെയും തുലയ്ക്കും എന്നല്ല യേശു കർത്താവ് പറഞ്ഞത്. ലക്ഷണം അറിയണോ? അന്ത്യകാലത്തിൻ്റെ ലക്ഷണം അറിയണോ? അന്ത്യകാലത്തിൻ്റെ ലക്ഷണം ഇതാ. സ്തോത്രം. ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടും. ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരെ ഈ രാജ്യത്തിൻ്റെ സുവിശേഷം അറ്റത്തോളം പ്രസംഗിക്കപ്പെടും. ഏതോ അമേരിക്കക്കാരല്ല, യൂറോപ്യൻസ് അല്ല, എൻ്റെ മുൻപിലായിരിക്കുന്ന എല്ലാ സഹോദരിമാരും, എല്ലാ സഹോദരന്മാരും, എല്ലാ കുഞ്ഞുങ്ങളും ഈ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ വേണ്ടി പോകുകയാണ്. നിങ്ങളുടെ ശബ്ദത്തിലൂടെ ആയിരങ്ങൾ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ ശബ്ദത്തിലൂടെ ഭൂതങ്ങൾ അലറി മാറും. നിങ്ങളുടെ ശബ്ദത്തിലൂടെ സ്തോത്രം ജീവിതങ്ങൾ വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ ശബ്ദം ദൈവ ശബ്ദമായി തീരട്ടെ. ഹല്ലേലൂയ. ശബ്ദത്തിൽ പകരുന്നതായി ദൈവത്തിൻ്റെ അഭിഷേകമുണ്ട്. 8.5 മണിക്കൂർ, 9 മണിക്കൂർ, മിക്കവാറും 8 മണിക്കൂറോളം ഡെയിലി 8 മണിക്കൂർ സ്തോത്രം. അതേ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു ബ്രദർ DGS ദിനകരൻ. വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷ പെരുവിഴ അല്ലെങ്കിൽ പേരിൻപ പെരുവിഴ എന്നറിയപ്പെടുന്നതായ ഫെസ്റ്റിവൽ ഓഫ് ജോയ് എന്ന ദൂത് സ്തോത്രം പെരിയാർ തിടലിൽ നടക്കുകയാണ്. അതായത് മെറീന ബീച്ചിൽ നടക്കുകയാണ്. മെറീന ബീച്ച് ചെന്നൈയിലാണ്. മെറീന ബീച്ചിൽ സ്തോത്രം ഫെസ്റ്റിവൽ ഓഫ് ജോയ് നടക്കുകയാണ്. അതിൻ്റെ ആ ദിവസത്തെ പ്രസംഗം ബ്രദർ ദിനകരനാണ്. 8 മണിക്കൂർ വാച്ചു നോക്കാതെ അന്യഭാഷ പറഞ്ഞ്, അന്യഭാഷയിൽ പ്രാടി, അന്യഭാഷയിൽ സ്തുതിച്ച്, അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ആ ദേവദാസൻ ആ മീറ്റിങ്ങിന് വേണ്ടി ആദ്യ ദിവസം എത്തി. ആർക്കൊന്നും ഉണ്ട് തന്നെയില്ലേ? 8 മണിക്കൂർ അന്യഭാഷ പറഞ്ഞ്, അന്യഭാഷയിൽ പാടി, അന്യഭാഷയിൽ ആരാധിച്ച്, അന്യഭാഷയിൽ സ്തോത്രം, അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി 8 മണിക്കൂർ പ്രാർത്ഥിച്ച അദ്ദേഹം സ്തോത്രം ആ മീറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ വന്നു. പല രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, പല ചീഫ് ഗസ്റ്റുകളുണ്ടായിരുന്നു. സ്തോത്രം. പല രാഷ്ട്രീയക്കാർ, പല ചീഫ് ഗസ്റ്റ് ഉണ്ടായിരുന്നു അന്ന്. സ്തോത്രം. ആ മീറ്റിങ്ങിന് അദ്ദേഹം കൂടുതൽ അദ്ദേഹത്തിന് ശുശ്രൂഷിപ്പാൻ ടൈം കിട്ടിയില്ല. എല്ലാം കൂടെ 40 മിനിറ്റ്. ആ 40 മിനിറ്റിൽ 20 മിനിറ്റ് താൻ പ്രസംഗിച്ചു. 20 മിനിറ്റ് പ്രസംഗിച്ചു. 20 മിനിറ്റ് ഓട്ടർ കോൾ കൊടുത്ത് ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ജസ്റ്റ് 40 മിനിറ്റ്സ്. 20 മിനിറ്റ് പ്രസംഗിച്ചു, 20 മിനിറ്റ് സ്തോത്രം ഓട്ടർ കോൾ കൊടുത്ത് ബ്രദർ ദിനകരൻ പ്രാർത്ഥിച്ചു. 2 ലക്ഷത്തോളം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ആ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി. 40 മിനിറ്റ് ഹെവൻ ഓൺ ദ എർത്ത്, സ്വർഗം ഭൂമിയിൽ അനുഭവിക്കുന്ന ആത്മസന്തോഷം അനുഭവിച്ച് ജനം വീട്ടിൽ പോയപ്പോൾ ഈ മുന്നിലിരുന്ന് ബഹളം കാണിക്കുന്നതായ പ്രായത്തിലുള്ള ഒരു കൊച്ച് അവൻ്റെ അപ്പൻ വീട്ടിൽ വരുന്നത് കണ്ട് ഇപ്രകാരം പറഞ്ഞു, പാപ്പാ നീ മീറ്റിംഗ് വന്നിട്ട്, നീ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നു, പക്ഷെ നിൻ്റെ വീൽ ചെയർ എന്തിയേ? പാപ്പാ മീറ്റിംഗ് കഴിഞ്ഞ് നീ വീട്ടിൽ വന്നു, പക്ഷെ നിൻ്റെ വീൽ ചെയർ എന്തിയേ? കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി, ദൈവ മഹത്വം ആ ഗ്രൗണ്ടിൽ ഇറങ്ങി ചലിക്കുമ്പോൾ സാഹചര്യം മറന്ന്, താൻ മുടന്തനാണെന്ന് പോലും മറന്ന്, നിങ്ങൾ കേൾക്കുന്നു, താൻ മുടന്തനാണ് എന്ന് പോലും മറന്ന് ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് നടന്ന് വീട്ടിൽ വന്നെങ്കിൽ നിന്റെ ശബ്ദം പെന്തിക്കോസ്തി ശബ്ദമല്ല, നിന്റെ ശബ്ദം ദൈവ ശബ്ദമാകട്ടെ. കമാൺ ജനം, ഏറ്റെടുക്ക. കമാൺ, കരങ്ങൾ അടിച്ച്, വേണ്ടേ കരങ്ങൾ അടിച്ച് ഏറ്റെടുക്ക. നിന്റെ ശബ്ദത്തിന്റെ മുൻപിൽ ക്യാൻസറുകൾ ഊരുകട്ടെ. നിന്റെ ശബ്ദത്തിന്റെ മുൻപിൽ കൂടോത്രം തകരട്ടെ. നിന്റെ ശബ്ദത്തിന് മുൻപിൽ പാപക്കെട്ടുകൾ തകരട്ടെ. നിന്റെ ശബ്ദത്തിന് മുൻപിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ഗ്രഹങ്ങൾ, വേശ്യാഗ്രഹങ്ങൾ പ്രാർത്ഥനാ ഗ്രഹങ്ങളാകട്ടെ. നിന്റെ ശബ്ദത്തിന് മുൻപിൽ ഈ പട്ടണത്തിൽ സിനിമാ തിയേറ്ററുകൾ ആരാധന ആലയങ്ങളായി തീരട്ടെ. നിന്റെ ശബ്ദത്തിന് മുൻപിൽ അത്ഭുത അടയാളങ്ങൾ, വിവിധ വീര്യപ്രവർത്തികൾ നടക്കട്ടെ. കാണാം, ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം അഡ്വാൻസ് ചെയ്യുന്നു.
ഹല്ലേലൂയ. രാജ്യത്തിന്റെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടും. ഞാൻ വിശ്വസിക്കുന്നു ചാൾസ് പ്രൈസിന്റെ കാലത്തേക്കാൾ, കാതറിൻ കുൾമിന്റെ കാലത്തേക്കാൾ, സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ സമയത്തേക്കാൾ, DL മൂഡിയുടെ കാലത്തേക്കാൾ, ഹല്ലേലൂയ, ജോൺ വെസ്ലിയുടെ കാലത്തേക്കാൾ അതിശക്തമായി ഈ തലമുറയിൽ ദൈവത്തിന്റെ സുവിശേഷം, തേജസ്സിന്റെ സുവിശേഷം, കൃപയുടെ സുവിശേഷം, രാജ്യത്തിന്റെ സുവിശേഷം ഈ ലോകത്തിന്റെ എല്ലാ കോണുകളിലും പ്രസംഗിക്കപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തോത്രം. അതെ, ജനിച്ചപ്പോൾ രാജത്വം അവനിലുണ്ടായിരുന്നു. എൻ്റെ ശുശ്രൂഷയിൽ രാജത്വത്തിൻ്റെ ഉപമകൾ വെളിപ്പെട്ടു. അവസാനം ശുശ്രൂഷയുടെ അവസാനവും പറഞ്ഞു, അതേ രാജത്വത്തിൻ്റെ സുവിശേഷം, ഈ രാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടുക. അറസ്റ്റ് ചെയ്യപ്പെട്ട പിലാത്തോസിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ തിരുവചനം പറയുന്നു, യോഹന്നാൻ സുവിശേഷം 18:37 യോഹന്നാൻ 18:36 പിലാത്തോസിന്റെ മുൻപിൽ അതുവരെയും കർത്താവ് മിണ്ടാതെ നിന്നു. കാരണം യേശു കർത്താവിനെ നന്നായിട്ട് അറിയാം. ഈ മുന്നിൽ നിൽക്കുന്ന യവൻ വിചാരിച്ചാൽ എന്നെ ഒരു ചുക്കും ചെയ്യാനില്ല. ഈ മുന്നിൽ നിൽക്കുന്ന പിലാത്തോസ് വിചാരിച്ചാൽ എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവേ, അതെങ്ങനെ നിനക്ക് പറവാൻ തക്കൊണ്ട് കഴിയും? കണ്ണൂർന്ന് കേക്ക്. സ്തോത്രം. അതെങ്ങനെ കർത്താവേ അങ്ങക്ക് പറവാൻ തക്കൊണ്ട് കഴിയും? അങ്ങേ ബന്ധിച്ചില്ലയോ? അങ്ങക്ക് എത്ര പീഡകൾ വന്നില്ലയോ? യേശു കർത്താവ് പറയും, ഇത് യവൻ കാരണമല്ല വന്നത്, മേലത്തെ പിതാവുണ്ട്. ഹല്ലേലൂയ. ധൈര്യമായിരിക്കുക. നിന്റെ തലയിൽ 1,15,000 രോമുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം അതിന് കണക്കിട്ടിട്ടുണ്ട്. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ, ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ, ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒന്നുപോലും നിലത്ത് വീഴുന്നില്ല. അപ്പോൾ കർത്താവേ, ഇതെല്ലാം വന്നുകൂടുന്നത്, സുരേഷ്, ഇതെല്ലാം വന്നുകൂടുന്നത് ഒന്നും തിന്മയ്ക്കല്ല, എല്ലാം നന്മയ്ക്ക്. ഹല്ലേലൂയ. സ്തോത്രം. പിലാത്തോസ് പറഞ്ഞു, വേണമെങ്കിൽ നിന്നെ എനിക്ക് വിട്ടയക്കാം. പക്ഷേ യേശു കർത്താവ് പറഞ്ഞു, മേലെ നിന്നൊരു അധികാരമുണ്ട്, മേലെ നിന്നൊരു അധികാരമുണ്ട്. ഹല്ലേലൂയ. ഇതൊരു പാവകളി പോലെയാണ്. ഇതിൻ്റെ ചരട് വലിക്കുന്നവൻ ഇവിടെയല്ല, ഈ കർട്ടന്റെ പിന്നിലല്ല ചരട് വലിക്കുന്നവൻ. മേലെയായിരിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് തിന്മയെന്ന് തോന്നുന്ന എന്തെങ്കിലും നിന്റെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു, പിടിച്ചതില്ല. ചില ആഴ്ച കഴിയുമ്പോൾ നിനക്കൊരു പ്രമോഷൻ ഉണ്ട്. സ്തോത്രം. അതെ, പിലാത്തോസ് അവനോട് ചോദിച്ചു, മത്തായി സുവിശേഷം 27:11 നീ രാജാവോ? നീ രാജാവോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ കർത്താവ് ഉത്തരം പറയാം. അതുവരെ മിണ്ടാതെ നിന്ന യേശു കർത്താവിനോട് പിലാത്തോസ്, ആർ യു ദ കിങ് ഓഫ് ജ്യൂസ്? നീ യഹൂദന്മാരുടെ രാജാവ്? അതുവരെ മിണ്ടാതെ ഇരുന്നവൻ, അതുവരെയും കണ്ണടച്ചുറങ്ങി ആൻറ്റി ഇപ്പം കണ്ണു തുറന്നതുപോലെ, അതുവരെയും സ്തോത്രം തല കുനിച്ച് നിന്ന കർത്താവ് തല ഉയർത്തി. തല ഉയർത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പ്രധാന കാര്യമാണ് പറയാൻ പോകുന്നത്. നോക്ക്, ആ നോട്ടം നോക്ക്, ആ തല ഉയർത്തിയ നോക്ക്. എന്നിട്ട് പറഞ്ഞു, ഞാനാകുന്നു. അത് കേട്ട് ആ കൊട്ടാരം വിറച്ചു കാണും. ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ഈ പറഞ്ഞത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, ഈ പറഞ്ഞത് എവിടെയോ കേട്ടിട്ടുണ്ട്. കാരണം 4000 വർഷങ്ങൾക്ക് മുമ്പ് ആ മരുഭൂമിയുടെ ജംഗ്ഷനിൽ നിന്ന് ഒരു വിക്കൻ ഇപ്രകാരം ചോദിച്ചു, നീ ആരാക്കുന്ന കർത്താവേ? ഉടനെ കർത്താവ് ഇപ്രകാരം പറഞ്ഞ, ഞാനാകുന്നവൻ.
ഞാനാകുന്നവൻ, ഞാനാകുന്നു. അതേ കർത്താവ് വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അന്ന് മനുകുലത്തിന്റെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തികളെ ഉറ്റുനോക്കി തല ഉയർത്തവൻ വിളിച്ചു പറഞ്ഞ, യെസ്, ഞാൻ രാജാവാകുന്നു. ഇന്ന് പകലും ഈ ഓൺലൈനിലൂടെ വാച്ച് ചെയ്യുന്ന ഏത് ശക്തിയാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിർണയത്തിനും ഈ വചനത്തിന്റെ ആധികാരികതകൾ ഞാൻ വിളിച്ചു പറയട്ടെ, യേശു കർത്താവ് രാജാവായിരുന്നു എന്നല്ല, യേശു രാജാവാകാൻ പോകുന്നു എന്നല്ല, ഇന്ന് പകലും അവൻ രാജാവാകുന്നു. ജനനത്തിൽ രാജാവ്, ശുശ്രൂഷയിൽ രാജാവ്, സ്തോത്രം അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ രാജാവ്, അവൻ മരിച്ചപ്പോൾ രാജാവ്. കാരണം ക്രൂശിൽ 3 എഴുത്താണ് എഴുതിയിരുന്നത്. അവൻ യഹൂദന്മാരുടെ രാജാവ്. ഉയർത്തെഴുന്നേറ്റ് രാജത്തിൻ്റെ പരിപാടി നിന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 1:2 സ്തോത്രം 40 ദിവസം ശിഷ്യന്മാരുടെ കൂടെ നടന്നപ്പോൾ അവൻ പ്രസംഗിച്ചും പഠിപ്പിച്ചും പഠിപ്പിച്ചും പ്രസംഗിച്ചും അവൻ പറഞ്ഞത് ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ സ്തോത്രം ദൈവരാജ്യത്തെ സംബന്ധിച്ച് അതേ അവർ പ്രസംഗിച്ച് തുടർന്നത്. യേശുവിൻ്റെ നാമത്തിൽ സഹോദരി സഹോദരന്മാരെ, ജനനത്തിൽ രാജാവ്, ജീവിതത്തിൽ രാജാവ്, ശുശ്രൂഷയിൽ രാജാവ്, അറസ്റ്റിൽ രാജാവ്, അതേ മരണത്തിൽ രാജാവ്, ഉയർത്തെഴുന്നേറ്റ ശേഷവും രാജാവ്, ഇന്നും രാജാതി രാജാവ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ നോക്കി ദൈവകൃപയാൽ പറയട്ടെ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യത്തിലാണ്. ചർച്ചിലല്ല ദൈവം നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. ചർച്ച് ചെറുതാണ്, പക്ഷെ രാജ്യം വലുതാണ്. ചർച്ച് സെക്കൻഡ് ക്ലാസ് സ്ലീപ്പറാണ്, പക്ഷെ ദൈവരാജ്യം ഫസ്റ്റ് ക്ലാസ് ആണ്. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. കൊലോസ്യർ 1:13 അങ്ങനെ പറയുന്നു, ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് ദൈവം നിങ്ങളെ ഇരുത്തിയിരിക്കുന്നു. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്വത്തിൽ ദൈവമാക്കിയിരിക്കുന്നു. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, ദൈവരാജ്യത്തിലാണ് നമ്മുടെ സ്ഥാനം. പറഞ്ഞേ, ദൈവരാജ്യത്തിലാണ് നിന്റെ സ്ഥാനം. നിന്റെ സ്ഥാനം പെന്തിക്കോസിലല്ല, നിന്റെ സ്ഥാനം ക്രൈസ്റ്റ് സെന്ററിലല്ല, നിന്റെ സ്ഥാനം ദൈവരാജ്യത്തിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടില്ല? ഹല്ലേലൂയ. ദൈവരാജ്യത്തിലാണ്, ദൈവരാജ്യത്തിലാണ്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ദൈവരാജ്യത്തിൽ ഇരിക്കുന്ന നിന്നെ വല്ലവനും തൊട്ടാലേ തൊടുന്നവനെ പൊള്ളും. റിയലി ഇയ്യോബിന് 3 അതെ കവറിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇയ്യോബിന് 3 കവറിങ്. അവന് ചുറ്റും, ഇയ്യോബിന് ചുറ്റും, അവന് ചുറ്റും. അത് തന്നെ ഇയ്യോബിന് ചുറ്റും, ഇയ്യോബിൻ്റെ വീടിന് ചുറ്റും, ഇയ്യോബിൻ്റെ പ്രോപ്പർട്ടിക്ക് ചുറ്റും 3 കവറിങ് ആയിരുന്നു ഇയ്യോബിനുണ്ടായിരുന്നത്. കേൾക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞേ. ഇയ്യോബിനേക്കാൾ വലിയവരാണ് എൻ്റെ വലതും ഇടതും, എൻ്റെ സൈഡിലും പിന്നിലും ഓൺലൈനിലും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇയ്യോബിന് 3 കവറിങ് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് നിനക്ക് 4 കവറിങ് ആണ്. ആർക്കും ആവേശമില്ല. നിനക്ക് 4 കവറിങ്ങാണ്. നമ്പർ 1 യേശുവിൻ്റെ രക്തത്തിൻ്റെ കവറി. കേട്ടവർ ആമേൻ പറഞ്ഞേ. വായു തുറന്ന് പറ, യേശുവിൻ്റെ രക്തം. അതെയോ? നമ്പർ 1 ഒന്നാമത് യേശുവിൻ്റെ രക്തത്തിൻ്റെ കവറി. നമ്പർ 2 പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ കവറി. ലോകത്തിൽ ഏറ്റവും ശക്തനായ വ്യക്തി ഏതോ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ അല്ല. ലോകത്തിൽ ഏറ്റവും ശക്തനായ വ്യക്തി തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവത്രേ. കേട്ടവർ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്പർ 2 പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ കവറി. നമ്പർ 3 ദൈവത്തിന്റെ ശക്തന്മാരായ ദൂതന്മാരുടെ കവറി. 10ാം ക്ലാസ് 4 പ്രാവശ്യം നീ തോറ്റു കാണുന്നു. പാർക്കുന്നത് വാടക വീട്ടിലായിരിക്കാം.
40 കിലോഗ്രാമേ നിനക്ക് വെയിറ്റ് കാണത്തുള്ളൂ. പക്ഷെ ഏറ്റവും കുറഞ്ഞത് 2 ദൂതന്മാർ നിനക്ക് കാവലായിട്ടുണ്ട്. യേശുവിന്റെ രക്തത്തിന്റെ കവറിങ്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ കവറിങ്. നമ്പർ 3 ദൂതന്മാരുടെ കവറിങ്. നമ്പർ 4 ദൈവത്തിൻ്റെ സർവായുധ വർഗത്തിൻ്റെ കവറിങ്. കേട്ടിട്ടില്ലേ? ആരൊക്കെ സത്യം നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം ഒരുക്കം കാലിന് ചെരുപ്പായി ഇട്ട് രക്ഷ എന്ന ശിരസ്ത്രം അണിഞ്ഞ് ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളിനെ കൈക്കൊണ്ട് താടിക്ക് കൈ കൊടുത്ത് മിണ്ടാതിരിക്കുമെന്നല്ല, ഏത് നേരവും ആത്മാവിൽ പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ആരൊക്കെ സത്യം കേട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം ഒരുക്കം കാലിന് ചെരുപ്പായിട്ട് വിശ്വാസം എന്ന പരിധി ഏറ്റെടുത്ത് രക്ഷ എന്ന ശിരസ്സമഞ്ഞ് ദൈവവചനം എന്ന വാളിനെ കൈക്കൊണ്ട് ഏത് നേരവും ആത്മാവിൽ പ്രാർത്ഥിച്ച് അതിനായി ജാഗരിച്ചും കൊണ്ട് കർത്താവിൻ്റെ കവരങ്ങൾ ജീവിച്ചു നോക്ക്. കർത്താവിൻ്റെ കവരങ്ങൾ ജീവിച്ചു നോക്ക്. നിനക്കെതിരെ കൂടോത്രം ചെയ്തവൻ കൂടെ കൂടെയാ പറയും, നിന്റെ യേശു അവൻ്റെ ഭൂതത്തെക്കാൾ വലിയവനാണ്. ഇന്ന് രാവിലെ എനിക്ക് പാസ്റ്റർ PC ചെറിയാനുമായി 1 മിനിറ്റ് സംസാരിക്കേണ്ടി വന്നു. കാരണം പാസ്റ്റർ നിശാന്തം ജോർജ് എന്ന ദൈവദാസൻ എന്നോട് ഇപ്രകാരം പറഞ്ഞു, PC ചെറിയാൻ പാസ്റ്ററിന് ഒരു നടന്ന സംഭവം അറിയാം. കഥയല്ല, ഒരു നടന്ന സംഭവം അറിയാം. സ്തോത്രം. വലിയ കുഞ്ഞപ്പി, കൊച്ചു കുഞ്ഞപ്പി 2 ദൈവദാസന്മാരുണ്ടായിരുന്നു. വലിയ കുഞ്ഞപ്പി, കൊച്ചു കുഞ്ഞപ്പി. അതുപോലെ സ്തോത്രം വലിയ മാമച്ചൻ, കൊച്ചു മാമച്ചൻ എന്ന ദൈവദാസന്മാരും ഉണ്ടായിരുന്നു. വലിയ മാമച്ചൻ ഒരു കൃഷിക്കാരനും കൂടിയായിരുന്നു. ആരും മിണ്ടുന്നില്ല. ഒരു വശത്ത് സുവിശേഷം പ്രസംഗിക്കുന്ന വലിയൊരു ദൈവദാസൻ, മറുവശത്ത് വലിയൊരു കൃഷിക്കാരനായിരുന്നു. അദ്ദേഹം സ്തോത്രം ധാരാളം കൃഷി ചെയ്യുമായിരുന്നു. ഒരു ദിവസം സ്തോത്രം അദ്ദേഹം തൻ്റെ പറമ്പിൽ വാഴ ഇങ്ങനെ വെച്ച്, വാഴക്കൊലയൊക്കെ നന്നായിട്ട് കൊലച്ച് ഇങ്ങനെ നിറയെ വാഴക്കൊല നന്നായിട്ട് മൂറ്റി ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുകയാണ്. എങ്ങാണ്ട് അദ്ദേഹം മീറ്റിങ്ങിന് പോയിട്ട് സ്തോത്രം തിരിച്ചു വന്നപ്പോൾ, വീട്ടിലേക്ക് നടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആരാണ്ട് ഇപ്രകാരം മാമച്ചൻ ഉപദേശിച്ച് നോക്കിയിട്ട് പറഞ്ഞു, എടാ മാമച്ച, സ്തോത്രം പ്രസംഗിച്ച് നടന്നോ? നിൻ്റെ കൊല ആണുങ്ങൾ കൊണ്ടുപോയി. പ്രസംഗിച്ച് നടന്നോ? നിൻ്റെ വാഴക്കൊലയുണ്ടല്ലോ, ആണുങ്ങൾ കൊണ്ടുപോയി. ദൈവദാസൻ വീട്ടിൽ കയറാൻ വേണ്ടി വരിക. അപ്പോഴാണ് പറഞ്ഞത്, നിൻ്റെ വാഴക്കൊല ആണുങ്ങൾ കൊണ്ടുപോയി, നീ പുസ്തകം എടുത്തുകൊണ്ട് പ്രസംഗിച്ച് നടന്നോ? ഉടനെ ആ പുസ്തകം ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഗബ്രിയേലേ, മിഖായേലേ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കാര്യം നോക്കിയപ്പോ നീ എന്തോ കാര്യം നോക്കുമായിരുന്നു. ഗബ്രിയേലേ, ഞാൻ പരകാര്യം നോക്കിയല്ല നടന്നത്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കാര്യം നോക്കിയപ്പോ നീ എന്തോ നോക്കുകയായിരുന്നു. ധാരാണ്ട് വീട്ടിലേക്ക് ഓടി വരിക, ചുമ്മാ വരികയല്ല, ഏതാണ്ട് ചുമ്മിക്കൊണ്ട് വരിക. ചുമ്മാ വരികയല്ല, ചുമ്മിക്കൊണ്ട് മാത്രമല്ല, നിലവിളിച്ചിട്ട് വരിക. നിലവിളിച്ചിട്ട് വന്ന് അവർ പറഞ്ഞു, ഓദേശി ഞങ്ങളോട് ക്ഷമിക്കണം, അറിയാതെ ഓദേശിയുടെ വാഴക്കൊല മുറിച്ചതാണ്. പക്ഷെ അപ്പം മുതൽ ഞങ്ങളുടെ സ്വസ്ഥത ഹത്തം ഹോകയാ. അപ്പം മുതൽ ഞങ്ങളുടെ സ്വസ്ഥത പോയി. ചുരുക്കി പറയട്ടെ, ഉപദേശിക്ക് ഫ്രീ ആയിട്ട് ആ വാഴക്കൊല മുറിക്കാൻ ഒരു കള്ളനെ ദൈവം ഇടപാട് ചെയ്തു. In the name of Jesus. ഈ പട്ടണത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഈ പട്ടണത്തിൽ കർത്താവിന് വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ദൂതദാനം. നീ അവന്റെ കാര്യം നോക്കുമ്പോൾ ദൈവം നിന്റെ കാര്യം നോക്കും. Oh, come on. നീ അവന്റെ കാര്യം നോക്കുമ്പോൾ ദൈവം നിന്റെ തലമുറയുടെ കാര്യം നോക്കും. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച്.
വാലമിടമായിരങ്ങൾ വാരിയവർ വീണാരു വലയമായി നിന്നെ വല്ലവൻ കാത്തിടുമേ. വാലമിടമായിരങ്ങൾ വാരിയവർ വീണാരു വലയമായി നിന്നെ വല്ലവൻ കാത്തിടുമേ. പാടിയാട്ടെ. തുണയെനിക്ക് ശുഭേ കുറവിനിയില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ഒരിക്കൽ കൂടെ. തുണയെനിക്ക് ശുഭേ കുറവിനിയില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പകയന്റെ കാണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപമഴവോ. ഏവരും പാടുക. പകയന്റെ കാണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപമഴവോ. ശരണമവൻ തരും ചിറകുകളിൻ കീഴിൽ പരിചയം പലകയുമാ പരമരി പാരിടത്തിൽ. ശരണമവൻ തരും ചിറകുകളിൻ കീഴിൽ പരിചയം പലകയുമാ പരമരി പാരിടത്തിൽ. തുണയെനിക്ക് ശുഭേ കുറവിനിയില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ എന്റെ ആപത്തു നാളുകളിൽ ആഗതന അരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. കമാൺ എല്ലാവരും ചേർന്ന്. ഹല്ലേലൂയ. ആഗതന അരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. തുണയെനിക്ക് യേശുവേ കുറവിനിയില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ഫൈനലി ഒരിക്കൽ കൂടെ. തുണയെനിക്ക് യേശുവേ കുറവിനിയില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. വ്യക്തികൾക്ക് വേണ്ടി നിൽക്കരുത്, സംഘടനകൾക്ക് വേണ്ടി നിൽക്കരുത്, ദൈവദാസന്മാർക്ക് വേണ്ടി നിൽക്കരുത്, പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നിൽക്കരുത്. ജീവിക്കുന്നെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ജീവിച്ച്, യേശുവിന് വേണ്ടി ജീവിച്ച്, യേശുവിന് വേണ്ടി അധ്വാനിച്ച്, യേശുവിന് വേണ്ടി ഓടിക്കേ. ദൈവരാജ്യത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ ദൈവം നിന്നെ മാത്രമല്ല നിന്റെ ഭവനത്തെ, നിന്റെ തലമുറയെ അവൻ കരുതുന്നവനാണ്, അവൻ പരിപാലിക്കുന്നവനാണ്, അവൻ പണിയുന്നവനാണ്, അവൻ ഉയർത്തുന്നവനാണ്. യേശു കർത്താവിൻ്റെ ജനനം, ജീവിതം, സ്തോത്രം, അറസ്റ്റ്, അതേ മരണം, ഉയർപ്പ് തീർന്നില്ല. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 15-ാം വാക്യം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 11:15 ഇതാ സ്തോത്രം, സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിലൊരു മഹാഘോഷമുണ്ടായി.
ഉയർത്തെഴുന്നേറ്റ് രാജാതി രാജാവായി കർത്താതി കർത്താവായി യേശു കർത്താവ് സ്വർഗത്തിൽ പോയി. പിതാവായി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് സ്തോത്രം ഒരു സിംഹാസനം അവനുണ്ട്. സകല നാമത്തിനും മേലായ നാമം അവന് നൽകി. അല്പം പോലും മടി കൂടാതെ പറയട്ടെ, ഇന്ന് പകൽ ഏറ്റവും വലിയ നാമം എയ്ഡ്സ് അല്ല. ഇന്ന് പകൽ ഏറ്റവും വലിയ നാമം മാരക രോഗങ്ങളല്ല. ഇന്ന് പകൽക്കാലം ഏറ്റവും വലിയ നാമം ക്യാൻസർ അല്ല. ഇന്ന് പകൽ ഏറ്റവും വലിയ നാമം നീ ഭയപ്പെടുന്ന വിഷയങ്ങളല്ല. സകല നാമത്തിനും മേലായ നാമം നസ്രേനായ യേശുവിൻ്റെ നാമം അത്രേ. At the name of Jesus every knee shall bow and every tongue shall confess Jesus is Lord. യേശു എന്ന നാമത്തിന് മുൻപാകെ ഇന്ന് പകൽ ക്യാൻസറുകൾ മുട്ടുമടക്കട്ടെ. Come on. യേശു എന്ന നാമത്തിന് മുൻപാകെ സകല ബന്ധനങ്ങൾ പൊടുപൊട പൊട്ടിമാറട്ടെ. യേശു എന്ന നാമത്തിന് മുൻപിൽ ഡിപ്രഷൻ മാറിപ്പോകട്ടെ. യേശു എന്ന നാമത്തിന് മുൻപിൽ ഈ ജീവിതങ്ങളെ മുൻപിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന സകല പർവ്വതങ്ങളും സമനിലമാകട്ടെ. കാരണം 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 വെളിപ്പാട് 11:15 പറയുന്നു, അവൻ രാജത്വം ഏറ്റെടുത്തിരിക്കുന്നു. അവൻ രാജത്വം ഏറ്റെടുത്തിരിക്കുന്നു. സ്തോത്രം. ധൈര്യമായിരിക്കുക. ദൈവത്തിൻ്റെ സഭ ദൈവരാജ്യത്തിലാണ് ആയിരിക്കുന്നത്. ദൈവരാജ്യത്തിൽ ദൈവസഭ ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ രാജാതി രാജാവുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ദൈവരാജ്യത്തിലാണ് നമ്മൾ. രണ്ടുപേരെ തൊട്ട് പറഞ്ഞേ, ദൈവരാജ്യത്തിലാണ് നമ്മൾ. മോത്തോക്കി പറ, മോത്തോക്കി പറ, മോത്തോക്കെ. കള്ളന്മാരെ കളിക്കണം, മോത്തോക്കത്തല്ലേ പറ. സ്തോത്രം. ദൈവരാജ്യത്തിലാണ് നമ്മൾ. ഈ ദൈവരാജ്യത്തിന് 2 സ്തോത്രം ഭാഗങ്ങളുണ്ട്. 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് ദൈവരാജ്യം ഇൻസൈഡ്, മറ്റൊന്ന് ഔട്ട്സൈഡ്. ദൈവരാജ്യം അകത്തുണ്ട്, ദൈവരാജ്യം പുറത്തുണ്ട്. ദൈവരാജ്യം പേഴ്സണലാണ്, അതേസമയത്ത് ദൈവരാജ്യം ഗ്ലോബലുമാണ്. കമാൻ. ദൈവരാജ്യം പേഴ്സണലാണ്, ദൈവരാജ്യം ഗ്ലോബലാണ്. ദൈവരാജ്യം അകത്താണ്, ദൈവരാജ്യം പുറത്തുമുണ്ട്. സ്തോത്രമർത്ഥം. ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരായി ദൈവത്തിൻ്റെ കൃപയിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സ്തോത്രം, അതേ നീതി, സന്തോഷം, സമാധാനം, അതിൻ്റെ പേര് ദൈവരാജ്യമാണ്. റോമർ 14:17 അങ്ങനെ പറയുന്നു. സ്തോത്രം. ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവും അല്ല. ഒരിക്കൽ കൂടെ റോമർ 14:17 ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, പകരം എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമത്രേ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷമത്രേ. നിങ്ങൾ ദൈവവേല ചെയ്യുമ്പോൾ, നിങ്ങൾ ബിസിനസ്സുകാരായിരിക്കുമ്പോൾ, നിങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ, നിങ്ങൾ സ്തോത്രം ജോലി ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ രാജ്യത്തെ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി നിങ്ങളായിരിക്കുന്നു. വീണുപോയ ഈ ലോകത്ത് കർത്താവിനെ റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങൾ ജീവിക്കുകയാണ്. 1947 മുൻപ് ആ അവസാന വർഷങ്ങളിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഒരു വൈസ്രോയ് അദ്ദേഹം അങ്ങ് ഡൽഹിയിൽ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു. എത്ര പേർ ഓർക്കുന്നുണ്ട്? മൗണ്ട് ബാറ്റൺ പ്രഭു ഇംഗ്ലണ്ട് എന്ന സ്തോത്രം, അതേ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഡൽഹിയിലായിരുന്നത് പോലെ സഹോദരന്മാരെ രാജാതി രാജാവിനെ പ്രതിനിധീകരിച്ച് സ്വർഗത്തിൻ്റെ പ്രതിനിധീകരിച്ച് ഭൂമികൾ നിങ്ങളായിരിക്കുന്നു. You are representing Jesus. അതുകൊണ്ടാണ് വീട് പോയ സാത്താൻ ഈ 2 ലോകത്തിൻ്റെ വക്താക്കൾ സ്വർഗരാജ്യത്തെ അല്ലെങ്കിൽ ദൈവരാജ്യത്തെ നിങ്ങൾ പ്രതികരിച്ച് ഇരിക്കുമ്പോൾ അവനെ നിങ്ങളെ കാണുമ്പോൾ ചൊറിയുന്നത്. പക്ഷെ യുദ്ധം നിന്റേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതത്രേ. ഹല്ലേലൂയ. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നിന്റെ ശബ്ദം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് ദൈവരാജ്യത്തിന് വേണ്ടി ഉയരുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ഓടുമ്പോൾ, അധ്വാനിക്കുമ്പോൾ, മനസ്സിലാക്കണമേ, നിനക്ക് ആവശ്യമുള്ള സകല കാര്യവും ദൈവം നോക്കിക്കൊള്ളു. മത്തായി 6:33. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, മുൻപേ അവൻ്റെ ഒരിക്കൽ കൂടെ റെഡി 1 2 3
കേട്ടില്ല, ഒരിക്കൽ കൂടെ. റെഡി, 1 2 3. അതോടുകൂടെ ഇതൊക്കെ അർത്ഥം ഇൻ ജീസസ് നെയിം. ആരോ എന്തിനോ വേണ്ടി വ്യാകുലപ്പെടുന്നുണ്ട്, ആരോ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, ആരോ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇൻ ജീസസ് നെയിം. നീ രാജാവിന്റെ പിന്നാലെ കടന്നു പോകുമ്പോൾ നിനക്കാവശ്യമുള്ളത് നിന്നെ തേടി കടന്നു വരുന്നു. ഓഗസ്റ്റ് 31 മുൻപ് പല വീടുകളിൽ ഇതൊരു പ്രൈസ് റിപ്പോർട്ടായി തീരുവാൻ പോകുകയാണ്. Yes, thy kingdom come. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ. എൻ്റെ തലമുറയിൽ അങ്ങയുടെ രാജ്യം വരണമേ, എൻ്റെ വീട്ടിൽ അങ്ങയുടെ രാജ്യം വരണമേ, എൻ്റെ വിഷയത്തിന്മേൽ അങ്ങയുടെ രാജ്യം വരണമേ. എനിക്ക് ചോദ്യചിഹ്നമായി കാണുന്നതായ വിഷയത്തിൽ അങ്ങയുടെ രാജ്യം വരണമേ. Thy kingdom come. ദൈവരാജ്യം വരണമേ. ആരോ നിലവിളിക്കുന്നു, ആരോ പ്രാർത്ഥിക്കുന്നു, എനിക്കത് പരിഹരിക്കാൻ കഴിയത്തില്ല. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം എസ്റ്റാബ്ലിഷ് ആകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആർക്കോ വേണ്ടി തിരക്കോടെ കർത്താവ് എഴുന്നേൽക്കുന്നു, ആർക്കോ തിരക്കോടെ കർത്താവ് ഈ ദിവസങ്ങളിൽ ചിലത് ചലിപ്പിക്കുന്നു. ആർക്കോ തിരക്കോടെ കർത്താവ് ഈ ദിവസങ്ങളിൽ തൻ്റെ കരത്തെ ചലിപ്പിക്കുകയാണ്. കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ സ്തോത്രം ഒരു ദേവദാസൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് പാസ്റ്റർ NG സാങ്കുട്ടി. പാസ്റ്റർ NG സാങ്കുട്ടിയുടെ മകളാണ് ഫെബി. ഇപ്പോഴും അവർ കൊച്ചിയിലുണ്ട്. സ്തോത്രം. പാസ്റ്റർ സതീഷ് ഫിലിപ്പിൻ്റെ സ്തോത്രം അതേ ഭാര്യയാണ് ഫെബി. ആമേൻ, റൈറ്റ്? സ്തോത്രം. പാസ്റ്റർ സതീഷ് ഫിലിപ്പിൻ്റെ വൈഫാണ് ഫെബി. ഫെബിയുടെ ഫാദർ പാസ്റ്റർ NG സാങ്കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പാസ്റ്റർ നിശാന്തിനോട് പറഞ്ഞു, അദ്ദേഹം സ്തോത്രം അമാനുഷികമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസനാണ്. അമാനുഷികമായി ആത്മാവിലിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോ നമുക്ക് തോന്നും ഏറെ താനിതാ പൊങ്ങുകയാണ്. ആരോട് പറയാൻ ഇതൊക്കെ? വർഷങ്ങൾക്ക് അബുദാബിയിൽ ഒരു മീറ്റിങ്ങിന് അദ്ദേഹം കടന്നുപോയി ശുശ്രൂഷിച്ചു. പാസ്റ്റർ NG സാങ്കുട്ടി. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സ്തോത്രം അതെ ദുബായിലേക്ക് വരണം. എൻ്റെ ഫ്രണ്ട് പാസ്റ്റർ നിശാന്ത് ഡ്രൈവറായി സ്തോത്രം കൂടെ പോയി. കാരണം ചില ദാഹമുള്ളവരുണ്ട്, വട്ടന്മാരെന്നാണ് നമുക്ക് ചിലപ്പം തോന്നുന്നത്. ദാഹമുള്ളവരാ അവർ. കൃപയിൽ അഭിഷേകത്തിൽ നിൽക്കുന്നവരെ കണ്ട വെറുതെ വിടത്തില്ല. അതുകൊണ്ട് നിശാന്ത് പാസ്റ്റർ പറഞ്ഞു, ഞാൻ ഡ്രൈവറായി കൂടെ വരാം. ഓക്കെ. അബുദാബിയിൽ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹത്തെ പിക്ക് ചെയ്തു. സ്തോത്രം. ദുബായിലേക്ക് യാത്ര പുറപ്പെട്ടപ്പോൾ ഫെബിയുടെ സിസ്റ്റർ, ഐ ഡോണ്ട് നോ വാട്ട്സ് ദ നെയിം, ഫെബിയുടെ സഹോദരി രണ്ടാമത്തെ മകൾ വിളിച്ചിട്ട് പറഞ്ഞു, പാപ്പാ ഞാൻ ഇന്ന കോഴ്സ് ചെയ്യുകയാണ്, എനിക്കൊരു ലാപ്ടോപ്പ് വേണം. പാപ്പാ എനിക്കൊരു ലാപ്ടോപ്പ് വേണം. ആ ദേവദാസനിൽ നിന്ന് വലിയൊരു ദീർഘശ്വാസം അങ്ങ് ഉയർന്നു. കൊച്ച് ഫോൺ വെച്ചു. എന്നിട്ട് തന്നോട് തന്നെ എങ്ങനെ പറഞ്ഞു, ആഹാ ദൈവവേല ചെയ്യുന്നല്ലേ, ഒരു ലാപ്ടോപ്പ് കൊടുക്കാൻ പറ്റിയില്ല അല്ലേ? കുട്ടിക്ക് ഒരു ലാപ്ടോപ്പ് കൊടുക്കാൻ കഴിഞ്ഞില്ല അല്ലേ? ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സജി എന്നോ മറ്റോ പേരുള്ള ഒരു സഹോദരൻ ഓൺ ദ വേ വരുമ്പോൾ ദുബായ് സിറ്റിയിൽ നിന്ന് വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പോകുന്ന വഴിക്കാണ് എൻ്റെ വീട്, നിർബന്ധമായി എൻ്റെ വീട്ടിൽ കയറിയിട്ടേ പോകാവൂ. സ്തോത്രം. പാസ്റ്റർ നിശാന്ത് പറഞ്ഞു, NG സാങ്കുട്ടി പാസ്റ്ററിന് കോൾ വന്നിരിക്കുന്നു, നിർബന്ധമായി സജിയുടെ വീട്ടിൽ സ്തോത്രം കയറണം. സമയം എത്രയാണ്? പുലർക്കാലം 2:30 മണി.
പക്ഷേ കൽപ്പന പോലെ, നിലവിളി പോലെ ആ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നു, വന്നേ പറ്റത്തുള്ളൂ. കൽപ്പന പോലെയല്ല, ഒരു നിലവിളി പോലെ, വന്നേ പറ്റത്തുള്ളൂ. പുലർകാലം 2:30 മണിക്ക് സജിയുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു ബ്രാൻഡ് ന്യൂ ലാപ്ടോപ്പ് പാസ്റ്റർ NG സാൻകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ആ സഹോദരൻ പറഞ്ഞു, എനിക്ക് വേണ്ടി മേടിച്ചതാണ്, എനിക്ക് വേണ്ടി മേടിച്ചതാ. പക്ഷേ കർത്താവ് പറയുന്നു, ഇത് പാസ്റ്ററിന് തരണമെന്ന്. സ്വസ്ഥതയില്ല, ഉറക്കം വരുന്നില്ല, സ്വസ്ഥത വരുന്നില്ല. ദയവായി സ്വീകരിച്ചാട്. അർത്ഥം, നീ കിണ്ടത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നീ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി നീ ഓടുമ്പോൾ, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ കമാൺ. ചിലരെ ഒരു ക്ലബിലേക്ക് കർത്താവ് ഇന്ന് പകൽ പ്രൊമോട്ട് ചെയ്ത് കയറ്റുവാൻ പോകുകയാണ്. ചിലരുടെ ഇനി ചില ദിവസങ്ങളിൽ, ഇനിയുള്ള കാലങ്ങളിൽ നീ ആവശ്യമില്ലാതെ പ്രാർത്ഥിക്കേണ്ട കാര്യം പോലുമില്ല. ഓ കമാൺ, ആർക്കും ഇടയ്ക്ക് ഞാൻ കൊണ്ടുപോവാ. ഇനിയുള്ള ദിവസങ്ങളിൽ അതിതാ ഇതാ മറ്റത് കരണമേ, ഇത് വരണമേ. നോ. ഇനിയുള്ള ദിവസങ്ങളിൽ നീ പ്രാർത്ഥിക്കേണ്ട കാര്യം പോലും ഇല്ല. പകരം ദൈവരാജ്യത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ, നീ അവന്റെ കാര്യം നോക്കുമ്പോൾ, ഇൻ ജീസസ് നെയിം, അവൻ നിന്റെ കാര്യം നോക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി ഏൽപ്പിച്ച് Come on, ശക്തിയായി കരങ്ങളടിച്ച് Yes. വായികളെ തുറന്ന് എല്ലാ മക്കളും, എല്ലാ സഹോദരന്മാരും, ഞാൻ നിർത്തി. പ്രസംഗം കഴിഞ്ഞു. ഖമാൻ കരങ്ങളടിച്ച് നീ നിനക്ക് വേണ്ടി ഷോപ്പ് ചെയ്യുന്നതിനേക്കാൾ, നീ നിനക്ക് വേണ്ടി കരുതുന്നതിനേക്കാൾ, നിന്റെ മക്കൾക്ക് വേണ്ടി നീ അളന്നു വെക്കുന്നതിനേക്കാൾ, നിന്റെ മക്കൾക്ക് വേണ്ടി നീ മേടിച്ചു കൊടുക്കുന്നതിനേക്കാൾ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ അതേ കരുതി വച്ചതിനേക്കാൾ ശ്രേഷ്ഠമായത്, മേത്തരമായത്, ഉന്നതമായത്, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, come on people, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത്, yes. എല്ലാ യങ്സ്റ്റേഴ്സും, എല്ലാ ഗേൾസും, എല്ലാ ബോയ്സും ഇട്ടുകൊടുക്ക. നിന്റെ ലൈഫിനെ അവന്റെ കരത്തിലങ്ങ് ഇട്ടുകൊടുക്കുന്നേ, നിന്റെ ജീവിതത്തെ അവന്റെ കരത്തിലങ്ങ് ഇട്ടുകൊടുക്കുന്നേ. കിങ്ഡം പർപ്പസ്, കിങ്ഡം ദൈവരാജ്യം, ഒരേ ഒരു ജീവിതം ദൈവരാജ്യത്തിന്. ആ ഓൺലൈൻ ആയിരിക്കുന്നവർ നിലവിളിച്ച് പ്രാർത്ഥിക്കുക, ശബ്ദം ഉയർത്തി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഒരേ ഒരു ജീവിതം ദൈവരാജ്യത്തിന്. ആവശ്യങ്ങൾ അറിയും എൻ ദൈവം യഹോവയീരേ. ആവശ്യങ്ങൾ അറിയും എൻ ദൈവം യഹോവയീരേ. ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അധികമായി ചെയ്യുവാനെന്നും വല്ലഭനേ. വിശ്വാസമുണ്ടോ? ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും
അധികമായി ചെയ്യുവാനെന്നും വല്ലഭനെ. കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ ഉയരട്ടെ. യെസ് യെസ് യെസ്. ദൈവരാജ്യം വളരെ ശക്തമായി ഈ കരങ്ങളിലൂടെ, ഈ നാവുകളിലൂടെ കർത്താവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. കാരണം തിരുവചനം ആവർത്തിച്ച് പറയുന്നു, യേശു കർത്താവ് ഗ്രാമം ഗ്രാമമായി, പട്ടണം പട്ടണമായി സഞ്ചരിച്ചു. നിങ്ങളെപ്പോലെ തന്നെ മക്കളെ, യേശു വില്ലേജ് ആഫ്റ്റർ വില്ലേജ് ആൻഡ് സിറ്റി ആഫ്റ്റർ സിറ്റി, കൺട്രി ആഫ്റ്റർ കൺട്രി, സ്തോത്രം, ദേശം ദേശമായി കർത്താവ് സഞ്ചരിച്ചു. 3 കാര്യം യേശുവിലൂടെ സംഭവിച്ചു ദൈവരാജ്യം സംബന്ധിച്ചു. ഒന്ന്, ദൈവരാജ്യം പഠിപ്പിച്ചു. അതെ, ദൈവരാജ്യം അവൻ ടീച്ച് ചെയ്തു, പഠിപ്പിച്ചു. എല്ലാവരും പറഞ്ഞ പഠിപ്പിച്ചു, ദൈവരാജ്യം പഠിപ്പിച്ചു. 2, ദൈവരാജ്യം അവൻ പ്രസംഗിച്ചു. പറഞ്ഞേ, 2, ദൈവരാജ്യം പ്രസംഗിച്ചു. നമ്പർ 3, അവൻ രോഗികളെ സൗഖ്യമാക്കി. യെസ്, കിങ്ഡം പവർ നിങ്ങളോട് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്യട്ടെ. കിങ്ഡം പവർ, ദൈവ രാജ്യത്തിന്റെ ശക്തി. ഓ കം ഓൺ, ദൈവ രാജ്യത്തിന്റെ ശക്തി ദൈവം നിങ്ങളിലൂടെ വെളിപ്പെടുത്തട്ടെ. അത് പറഞ്ഞപ്പോൾ ആരൊക്കെയോ കരഞ്ഞു, ഏതൊക്കെ കണ്ണുകൾ നിറഞ്ഞൊഴിക്കുക. റിയലി ദൈവം എന്നെ ഉപയോഗിക്കാൻ പോവുകയാണോ? യെസ്, ദൈവം തന്നെ ഉപയോഗിക്കാൻ പോവാ. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചിലരെ ദൈവം പഠിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിന്നെ ട്രെയിൻ ചെയ്യുകയായിരുന്നു. ഏതോ ബൈബിൾ കോളേജിലല്ല, നിന്റെ ലൈഫിൻ്റെ ഇരുളേറിയ പാതകളിൽ ആയിരങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ ദൈവം നിന്നെ ട്രെയിൻ ചെയ്യുകയായിരുന്നു. നോക്കിയേ ഇപ്പോൾ ഈ ട്രെയിനിങ് പൂർത്തിയായി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ നിനക്കറിയാം കണ്ണുനീരെന്താണ്, മുറിവുകൾ എന്താണ്, രോഗം എന്താണ്, പ്രശ്നങ്ങൾ എന്താണ്, നിലവിളി എന്താണെന്ന് ഇപ്പം നിനക്കറിയാം. നോക്കിയേ തോംസൺ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? താങ്ക് യു. ഇപ്പം നിനക്കറിയാം. സോ ഈ കമ്പാഷൻ ഗ്രൗണ്ടിലാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത്. കാരണം ദൈവരാജ്യത്തിനൊരു നിയോഗമുണ്ട്. കമോൺ, ഒരിക്കൽ കൂടെ ദൈവരാജ്യത്തിനൊരു നിയോഗമുണ്ട്. എൻ്റെ മുൻപിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികളിലും ദൈവരാജ്യത്തിൻ്റെ ഒരു നിയോഗമുണ്ട്. കേട്ടില്ല. ദൈവരാജ്യത്തിൻ്റെ ഒരു നിയോഗമുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളെപ്പോലെ കരഞ്ഞവർ, നിങ്ങളെപ്പോലെ ഉടഞ്ഞവർ, പോലെ രോഗം വന്നവർ, നിങ്ങളെപ്പോലെ കിടക്കയിൽ വീണവർ, അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരെ കർത്താവ് ഇങ്ങനെ നിങ്ങളുടെ മുന്നിലൂടെ കടത്തി വിടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, യെസ്, അവിടെ അവസ്ഥ എന്തെന്ന് എനിക്ക് ഇപ്പോൾ അറിയാം. ആരും പോകല്ലേ. ദിസ് വെരി ഇമ്പോർട്ടൻറ്റ്. നടന്ന സംഭവം പറയട്ടെ. ഒരു വിദേശ രാജ്യത്ത് ഒരു 10 വയസ്സോളം പ്രായമുള്ള ഒരു കുട്ടി ഒരു പെറ്റ് ഷോപ്പിൽ ചെന്ന് ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നോക്കി നിന്ന്, എൻ്റെ മൂക്ക് ചപ്പി ഇരിക്കത്ത ഗർഭത്തിൽ അത്ര പ്രസ് ചെയ്ത് ആ ഗ്ലാസ്സിലൂടെ ആ പെറ്റ് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ കറുപ്പും വെളുപ്പും നിറമുള്ള ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ കിടന്ന് ചാടുന്നത് അവൻ കണ്ട് ഭയങ്കര സന്തോഷമായി. എനിക്കിത് വേണമെന്ന് അവന് വലിയ ആഗ്രഹം തോന്നി. അകത്തേക്ക് പോയി 50 രൂപ കൂട്ടിക്കോ. ആ സ്തോത്രം 50 രൂപ എടുത്ത് ആ പെറ്റ് ഷോപ്പുകാരന് ഉടമസ്ഥൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, സർ, എനിക്ക് ഈ പട്ടിക്കുട്ടിയെ വേണം. അയാൾ പറഞ്ഞു, പറ്റത്തില്ല, 5000 രൂപയാണ് ഇതിൻ്റെ വില, ഇത് ഭയങ്കര വിലയുള്ളതാണ്, ഇത് കിട്ടത്തില്ല. അപ്പോൾ ഒരു പട്ടി ഇതാ വരികയാണ്. ആ സൈഡിൽ ഒരു പട്ടി കണ്ട്. എൻ്റെ കൂടെ 4-5 കുട്ടികളുണ്ട്, 4-5 ആരോഗ്യമുള്ള നല്ല കുട്ടികളുണ്ട്. പക്ഷെ ഏറ്റവും പിന്നിലായി 2 കാലും സ്തോത്രം നേരെ നിൽക്കാൻ കഴിയാതെ 2 കാലും വലിച്ച് വേറൊരു പട്ടിക്കുട്ടിയായിരുന്നു. സെയിം പ്രായമാണ്, സെയിം അമ്മയുടെ പട്ടിയാണ്. പക്ഷെ ഏറ്റവും ബാക്കിൽ ഡ്രാഗ് ചെയ്ത് 2 കാലുകളെ വലിച്ചുകൊണ്ട് ഒരു ചെറിയ പട്ടിക്കുട്ടി വരികയാണ്. അവൻ ബാക്കിയുള്ള എല്ലാ പട്ടിക്കുട്ടിയിൽ നിന്ന് ആ
കാല് വലിച്ച് വരുന്ന ആ ചെറിയ പട്ടിക്കുട്ടിയിൽ നോക്കിയിട്ട് ചോദിച്ചു, സാർ ഇതിനെന്തോ വില വരാം? സ്തോത്രം. ഉടമസ്ഥൻ പറഞ്ഞു, ഇതിൻ്റെ 2 കാലിനും പോളിയോ വന്ന്, അല്ലെങ്കിൽ 2 കാലിനും പ്രശ്നമായി. അത് സ്തോത്രം നേരെ നിൽക്കാൻ പോലും വയ്യാത്തത് കൊണ്ട് ഇതിന് വലിയ വിലയില്ല. ആഴ്ചയിൽ ഒരു 50 രൂപ ഓരോ ആഴ്ച നീ എനിക്ക് തന്നാൽ ഒരു 10 ആഴ്ച കൊണ്ട് നിനക്കത് ഞാൻ തരാം. ഉടനെ അവൻ എന്ത് ചെയ്താന്നറിയോ? തൻ്റെ പാൻസിനെ പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, സാർ എൻ്റെ 2 കാല് നോക്കിയേ. സ്തോത്രം. സ്റ്റീൽ റോഡ്സ് ഇട്ട്, അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് വെച്ച് അവൻ നിൽക്കുകയാണ്. അവൻ പറഞ്ഞു, ഞാൻ പോളിയോ രോഗത്താൽ ഞാൻ കഷ്ടപ്പെടുന്നവനാ. എൻ്റെ ഈ പാൻറ്റിൻ്റെ കവർ കൊണ്ട് അത് പുറത്ത് നാട്ടുകാർ കാണുന്നില്ലെന്നേ ഉള്ളൂ. സ്തോത്രം. ഈ പട്ടിക്ക് മറ്റു പട്ടികൾ ചാടി കളിക്കുന്നത് പോലെ കളിക്കാൻ കഴിയത്തില്ല, ഓടാൻ കഴിയത്തില്ല. മറ്റു പട്ടികൾ അത് സന്തോഷിപ്പിക്കുന്നത് പോലെ സന്തോഷിപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷേ അതിൻ്റെ വേദന എന്തെന്ന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അതിൻ്റെ വേദന എന്തെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് അതിനെ മനസ്സിലാകും, അതിന് എന്നെ മനസ്സിലാകും. ഓ കമാ, നിങ്ങൾക്ക് മനസ്സിലായില്ല? എനിക്ക് അതിനെ മനസ്സിലാക്കാം, അതിന് എന്നെ മനസ്സിലാക്കാം. ദാറ്റ് ഈസ് കോൾഡ് മിനിസ്ട്രി. അതിൻ്റെ പേരാണ് ശുശ്രൂഷ. യേശുവിൻ്റെ നാമത്തിൽ കരഞ്ഞവരെ നിങ്ങൾക്ക് മറ്റുള്ളവരെ അറിയത്തുള്ളൂ. ഉടഞ്ഞും തകർന്ന് നിന്നവരെ നിങ്ങൾക്ക് മറ്റുള്ളവരെ അറിയത്തുള്ളൂ. വേദനിച്ച് പിടച്ച് ജീവിക്കുന്നവരെ നിങ്ങൾക്ക് മറ്റുള്ളവരെ അറിയത്തുള്ളൂ. In the name of Jesus, similar സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഏതൊക്കെ വ്യക്തികളിൽ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിപ്പാൻ വേണ്ടി പോകുകയാണ്. കമൺ, 2 കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. Thy kingdom come. അങ്ങയുടെ രാജ്യം വരണമേ. ശബ്ദം ഉയർത്തി എല്ലാവരും ശക്തിയോടെ പ്രാർത്ഥിച്ച്, അങ്ങയുടെ രാജ്യം വരണമേ. ഈ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരന്മാരും, എല്ലാ സഹോദരിമാരും, എല്ലാ പ്രിയപ്പെട്ടവരിൽ അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ രാജ്യം എസ്റ്റാബ്ലിഷ് ആകട്ടെ. ഓരോ ഭാവി ജീവിതങ്ങൾ അങ്ങയുടെ രാജ്യം എസ്റ്റാബ്ലിഷ് ആകട്ടെ. ഓരോ ഓഫീസുകളിൽ അങ്ങയുടെ രാജ്യം വരണമേ. ജീസസ്. ഓരോ വ്യക്തികൾ അങ്ങയുടെ രാജ്യം വരണമേ. യെസ്, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി നിന്റെ മക്കൾ വളരട്ടെ. അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി പഠിക്കട്ടെ. അങ്ങയുടെ രാജ്യത്തിന് അങ്ങയുടെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി അവർ ജീവിക്കട്ടെ. അങ്ങയുടെ രാജ്യം, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ രാജ്യം.